നമസ്തേ, എല്ലാ പ്രേക്ഷകർക്കും പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. ഞാൻ VS കൃഷ്ണരാജ്. ആമുഖങ്ങളൊന്നുമില്ല, നിരവധി വാർത്തകൾ വരാനിരിക്കുന്നു. പ്രധാന വാർത്തകൾ. പഹൽഗാമിൽ ഭീകരർക്ക് പ്രാദേശിക സഹായം ലഭിച്ചെന്ന് NIA. ഭീകരാക്രമണ ശേഷം ഒളിത്താവളമൊരുക്കിയത് ത്രാൽ ഗ്രാമത്തിലെ ചിലർ. ശ്രീനഗർ റെയിൽപാതയും ലക്ഷ്യമിട്ടുവെന്ന് കണ്ടെത്തൽ. ശക്തമായ നടപടി ഉറപ്പെന്ന് പ്രധാനമന്ത്രി. വീമ്പുപറച്ചിലുമായി വീണ്ടും പാകിസ്ഥാൻ. സിന്ധു നദീജലം വഴിതിരിച്ചുവിട്ടാൽ ഭാരതത്തെ ആക്രമിക്കും. പാക് പ്രതിരോധ മന്ത്രിയുടെ ഭീഷണി ഭയം കൊണ്ടെന്ന് BJP. ഏതെങ്കിലും മതജാതി പ്രസ്ഥാനങ്ങളുടെ സിഗ്നലുകളോ സിംബലുകളോ ഫ്ലക്സുകളോ അല്ലെങ്കിൽ ലുവിനലുകളോ ഒക്കെ പൂരവേദികളിൽ അവതരിപ്പിക്കുന്നുണ്ടായിക്കൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സിംബലുകളോ കൊടികളോ അതിൻ്റെ പ്രചരണ വേദിയായി പൂരവേദി മാറ്റിക്കൂട. കർശനമായി ആ വിഷയത്തിൽ പോലീസ് നിലപാട് സ്വീകരിച്ചു. പൂരത്തിന് മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല. തിട്ടൂരവുമായി ദേവസ്വം മന്ത്രി VN വാസവൻ. ചമയ പ്രദർശനവും സാമ്പിൾ വെടിക്കെട്ടും ഇന്ന്. പൂരവിളംബരം നാളെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പൊട്ടിത്തെറിയിൽ അന്വേഷണം ഊർജിതം. കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിക്കുന്നതിൽ ആശങ്ക. കോൾഡ് സ്റ്റോറേജുകളടക്കം പരിശോധിക്കുമെന്ന് അധികൃതർ. ചികിത്സയിലുള്ള 7 വയസ്സുകാരിയുടെ നില ഗുരുതരം. പുലിപ്പല്ല് കേസിൽ പിടിവിട്ട് വനം വകുപ്പ്. തുടരന്വേഷണം മരവിപ്പിച്ചു. കൈമാറിയ ആൾക്കെതിരെ കേസില്ല. മൃഗവേട്ട കുറ്റത്തിലും അന്വേഷണമില്ല. IPL-ൽ ചെന്നൈക്ക് വീണ്ടും തോൽവി. ആവേശ പോരാട്ടത്തിൽ ബാംഗ്ലൂരിന് 2 റൺസ് വിജയം. ഇന്ന് 2 പോരാട്ടങ്ങൾ. കൊൽക്കത്ത രാജസ്ഥാനെയും പഞ്ചാബ് ലക്നൌവിനെയും നേരിടും. പൂരാവേശത്തിൽ തൃശൂർ. ജയലക്ഷ്മി സിൽക്സ് കാന്ത ഞാനും വന്നു. ജയലക്ഷ്മി, ഇന്ത്യസ് ഫൈനസ്റ്റ് ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ, പവേർഡ് ബൈ UGS ഗ്രൂപ്പ്. സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. ഇൻ അസോസിയേഷൻ വിത്ത് സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. ധനലക്ഷ്മി ബാങ്ക്, ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോർ എവർ. താളമേള വർണ്ണവിസ്മയത്തിന് ഇനി മണിക്കൂറുകളുടെ ദൂരം മാത്രം. വെടിക്കെട്ടിൻ്റെ കൂട്ടച്ചുരിച്ചിലും കുടമാറ്റത്തിൻ്റെ വർണ്ണവിസ്മയത്തിലും ഇക്കുറി സസ്പെൻസുകൾ നിരവധിയെന്ന് പാറമേക്കാവും തിരുവമ്പാടിയും അവകാശപ്പെടുന്നു. വർണ്ണങ്ങൾ വാരിച്ചൂടുന്ന ഈ പൂരമാമാങ്കം കുടമാറ്റമില്ലാതെ അപൂർണമാണ്. പൂരത്തിന്റെ അണിയറയിൽ സസ്പെൻസുകളുടെ വർണ്ണങ്ങൾ അണിഞ്ഞൊരുങ്ങുകയാണ്. പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും കുടനിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. വടക്കുന്നാഥനെ സാക്ഷിയാക്കി ഇരു ക്ഷേത്രങ്ങളുടെയും വ്യത്യസ്ത കുടകൾ 30 ഗജവീരന്മാർക്ക് മുകളിൽ മാറി മാറി ആകാശത്തോളം വിരിഞ്ഞു നിൽക്കുമ്പോൾ ജനസാഗരം ആവേശത്തിൽ ഇളകിമറിയും. സാധാരണ കുടകൾ മുതൽ LED വിസ്മയവും റോബോട്ടിക് കുടകളും പൂരാവേശത്തിന് മാറ്റുകൂട്ടും. സൂക്ഷ്മതയും കൃത്യതയും ഏറെ വേണ്ട കുടനിർമ്മാണം കാലേ കൂട്ടി തന്നെ ഇരുവിഭാഗങ്ങളും ആരംഭിച്ചിരുന്നു. ഇന്ന് ചമയ പ്രദർശനത്തിന് കുടകൾ അണിനിരക്കുമ്പോൾ തന്നെ വാശിയും വീറും പ്രകടമാകും. പാറമേക്കാവ് ദേവസ്വത്തിന്റെ കുടനിർമ്മാണമെല്ലാം ഒരു ദിവസം മുമ്പേ തന്നെ പൂർത്തിയായി. അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഇതാണെന്ന് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. വ്യത്യസ്തകളും ചില ഇത്തവണ ഞങ്ങളുടെ 3 പേര്, രമേശ്, അതേമാതിരി തന്നെ ജോഹർദാസ്, ഗോപൻ, ഇവർ 3 പേരും സൂററ്റിൽ പോയി
ഒരാഴ്ച അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുടകളാണ് ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണയും ഞങ്ങൾ വളരെയധികം വിസ്മയങ്ങൾ തീർക്കാൻ വേണ്ടി പാറമേക്കാവ് ദേവസ്വം ഒരുങ്ങിയിട്ടുണ്ട്. കുടയ്ക്ക് ആവശ്യമുള്ള തുണിത്തരങ്ങൾ കണ്ടെത്തുന്നത് തൊട്ടു തുടങ്ങുന്നു ഒരുക്കങ്ങൾ. വെൽവെറ്റ്, ഓഗൻഡി, ടിഷ്യൂ, ബ്രോക്കേഡ്, ഫാറ്റിൻ, പ്രിന്റഡ് തുണിത്തരങ്ങൾ തുടങ്ങിയവയാണ് ഉപയോഗിക്കുക. 6 വർഷത്തോളമായി ഗുജറാത്തിലെ സൂറത്തിൽ നിന്നാണ് തുണിത്തരങ്ങൾ കൊണ്ടുവരുന്നത്. ഇതിൽ പ്രിന്റഡ് തുണിത്തരങ്ങൾ കൂത്താമ്പുള്ളിയിൽ നിന്ന് കൊണ്ടുവരും. തുണികൾ കുടയ്ക്ക് പാകത്തിന് 12 പാളികളായി വെട്ടും. പിന്നെ അത് ചേർത്ത് വെച്ച് കൈകൊണ്ട് തുന്നണം. അതിനു മുൻപ് കുടയുടെ ചട്ടക്കൂട് തയ്യാറാക്കും. 12 ചൂരലുകൾ 28.5 ഇഞ്ചിൽ മുറിച്ച് പാകമാക്കി ചേർത്ത് കെട്ടിയാണ് ചട്ടക്കൂട് ഉണ്ടാക്കുക. ചൂരലിന്റെ അറ്റങ്ങൾ ചേർത്ത് കെട്ടുന്ന മരത്തടിയുടെ അറ്റത്ത് പിച്ചള കൊണ്ട് ചുറ്റുന്നതും കാണാം. അതിലാണ് കുടക്കാൽ പിടിപ്പിക്കുക. ചട്ടക്കൂടിന് മുകളിൽ പാളിയാക്കി വെട്ടി തുന്നിച്ചേർത്ത തുണി കൊണ്ട് മൂടും. തുണിയുടെ അറ്റങ്ങളിലെ ചെറിയ പോക്കറ്റുകളിലേക്ക് ചൂരൽ ഓരോന്നായി ഇറക്കും. അങ്ങനെ 14 മീറ്റർ ചുറ്റളവിൽ കുടകൾ വിടർന്നു നിൽക്കും. അതേമാതിരി തന്നെ സ്പെഷ്യൽ കുടകളിൽ 10 മുതൽ 11 സെറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് 10 മുതൽ 11 സെറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്പെഷ്യൽ കുടകൾ എന്ന് പറഞ്ഞാൽ കുടകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ അതുമ്പോൾ ചില രൂപങ്ങളും ഭാവങ്ങളും ഉണ്ടാവുന്നു മാത്രം. LED കുടകൾ നമ്മൾ ഇത്തവണ 4 എണ്ണം ഉപയോഗിക്കുന്നുണ്ട്. ഒരേപോലുള്ള 15 കുടകളാണ് ഒരു സെറ്റിൽ ഉണ്ടാകുക. ഭഗവതിയുടെ തിടമ്പേറ്റുന്ന ആനയുടെ കുടയ്ക്ക് മാത്രം വ്യത്യാസമുണ്ടാകും. ചൂരലിന് പകരം നാഗപത്തി ഉണ്ടാകും. 12 സർപ്പങ്ങൾ, പത്തി വിടർത്തിയ രൂപങ്ങൾ, വലുപ്പത്തിലും നിറത്തിലും ബാക്കി 14 കുടകളെ അപേക്ഷിച്ച് കുറച്ച് വ്യത്യാസങ്ങൾ ഈ കുടയ്ക്കുണ്ടാകും. ഓരോ കുടയ്ക്കും 10 കിലോഗ്രാം മുതൽ തുടങ്ങുന്നു ഭാരം. കുടമാറ്റമാണ് പൂരത്തെ വർണ്ണാഭമാക്കുന്നത്. നിരന്നു നിൽക്കുന്ന കരിവീരന്മാർക്ക് മുകളിൽ ഓരോ കുടകൾ ഉയരുമ്പോഴും പൂരപ്പറമ്പിൽ ഉണ്ടാക്കുന്ന ആവേശം ചെറുതല്ല. പൂരം കെങ്കേമമാക്കാൻ വേണ്ടി കുടകളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ക്യാമറമാൻ VM മനുകൃഷ്ണയ്ക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശൂർ. പൂരവാർത്തകൾ ഇനിയുമുണ്ട്, പക്ഷേ അല്പം കഴിഞ്ഞ് അതിലേക്ക് വരാം. അതിനു മുൻപ് ഭീകരതയ്ക്ക് മാപ്പില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണക്കാരായ ഭീകരവാദികൾക്ക് കൂടുതൽ പ്രാദേശിക സഹായം ലഭിച്ചെന്ന് NIA. ആക്രമണത്തിന് ശേഷം ഭീകരർ ഒളിത്താവളങ്ങൾ ഒരുക്കി നൽകിയത് ത്രാൽ ഗ്രാമത്തിലുള്ള ചിലരെന്നും ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തി. അതേസമയം ഭീകരവാദികൾ ഉദ്ധംപൂർ, ബാരാമുള്ള, ശ്രീനഗർ റെയിൽപാതയും ലക്ഷ്യമിട്ടിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. വിവരങ്ങളുമായി ശ്രീനഗറിൽ നിന്ന് നന്ദഗോപനൊപ്പം ചേരുന്നു. നന്ദഗോപൻ, ഈ പ്രാദേശിക സഹായം എന്നത് പതിവായി കേട്ടിരുന്ന ഒന്നാണ്, അതിപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. എങ്കിലും NIA അത് കൃത്യമായി കണ്ടെത്തുന്നു. അതായത് അന്വേഷണം, തെരച്ചിൽ ഒക്കെയും ശരിയായ ദിശയിലെന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു, അല്ലേ? കൃഷ്ണ, തീർച്ചയായിട്ടും. അതായത് NIAയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ പ്രത്യേക ദൗത്യസംഘം ഈ ഭീകരർക്കായുള്ള തിരച്ചിൽ നടത്തുകയാണ്. അതേസമയം ഇന്നലെ NIA ഏതാണ്ട് 16 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ 16 പേർ ഈ പ്രാദേശിക സഹായം ഈ ഭീകരർക്ക് നൽകി എന്നുള്ളതാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ ആക്രമണത്തിന് ശേഷവും അതിനു മുമ്പും അവർക്ക് സഹായം ലഭിച്ചിരുന്നു. ഈ മേഖലയിലേക്ക് ആയുധവുമായി എത്താൻ അവർക്ക് നേരിട്ട് സാധിച്ചിരുന്നില്ല. പകരം പ്രാദേശികപരമായ ആൾക്കാരാണ് ആയുധം അവിടേക്ക് എത്തിക്കുവാൻ വേണ്ടി സഹായിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ഈ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അങ്ങനെ ഈ ആക്രമണത്തിന് ശേഷവും ആയുധം ഒളിപ്പിക്കുവാൻ വേണ്ടിയും ഇവർ സഹായിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇവർ ഈ ആക്രമണത്തിന് ശേഷം അനന്തനാഗ് മേഖലയിൽ നിന്നും രക്ഷപ്പെട്ട് കുൽഗാം മേഖലയിലെത്തി, അവിടെ നിന്നും ത്രാൽ മേഖലയിലെത്തി എന്നുള്ളതാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ത്രാലിലാണ് ഇവർക്ക് കൃത്യമായ പ്രാദേശിക സഹായം ലഭിച്ചത്. ത്രാൽ മേഖലയിൽ ഉള്ളവർ ഇവർക്ക് വെള്ളവും ഭക്ഷണവും നൽകി. മാത്രമല്ല, അഭയം നൽകി. നിരവധി ദിവസം ഇവർക്ക് അഭയം നൽകി എന്നുള്ളതാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 16 പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരുന്നത്. ഇവർക്ക് അതായത് ഏതാണ്ട് 3 ദിവസം രാത്രിയോളം ഇവർക്ക് വിവിധ 4 പേരായിരുന്നു ഈ അക്രമി സംഘത്തിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ 4 പേർക്കും വിവിധ വീടുകളിലായി, ഗ്രാമങ്ങളിലെ വിവിധ വീടുകളിലായി അഭയം നൽകി എന്നുള്ളതാണ് പ്രധാനമായും NIA കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ആ വീട്ടിലുള്ള 16 പേരെ, ഇങ്ങനെ 4 വീടുകളിലായിട്ടുള്ള 16 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. മാത്രമല്ല, ഇവരെ ബ്രെയിൻ മാപ്പിംഗ് അടക്കമുള്ള
സംവിധാനത്തിന് വിധേയമാക്കുമെന്നുള്ളതാണ് NIA വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ പേർ സഹായം നൽകിയിട്ടുണ്ടാകുമെന്നുള്ളതും NIA അനുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ വിശദമായി ഈ മേഖലയിൽ അന്വേഷിക്കുകയാണ്. നമുക്കറിയാം, ത്രാൽ മേഖലയിൽ ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ഭീകരന്മാരുടെ ഒരു കേന്ദ്രമായിരുന്ന ഒരു സ്ഥലമാണ് ഈ ത്രാൽ എന്നുള്ളത്. മാത്രമല്ല, അവിടെ പോലീസിന് നേരെ കല്ലെറിയുകയും അതേപോലെ തന്നെ സൈന്യത്തെയൊക്കെ ആക്രമിക്കുന്ന ഒരു സ്ഥിരം പ്രവണതയുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ത്രാൽ എന്നുള്ളത്. അവിടെയാണ് ഈ പ്രാദേശികപരമായ സഹായം ഇവർക്ക് ലഭിച്ചു എന്നുള്ളത് പ്രധാനമായും NIA കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം ഈ NIA സംഘം അന്വേഷണം പുരോഗമിക്കുന്നതിനൊപ്പം ഈ ബൈസരൻ വാലിയിൽ വീണ്ടും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ NIA തുടരുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഒരിക്കൽ കൂടി ഇതൊരു പുനരാവിഷ്കരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് NIA വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഇന്ന് ഉണ്ടാകുമെന്നുള്ളതും NIA വ്യക്തമാക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഭീകരവാദത്തിൽ അന്ന് 26 പേരുടെ മരണത്തിനിടയാക്കിയ കൂട്ടക്കുരുതിക്ക് കാരണക്കാരായ 4 ഭീകരന്മാരെയും കണ്ടെത്തുവാൻ വേണ്ടിയുള്ള സെർച്ചിങ് നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. അവർ എവിടെയും വിട്ടുപോയിട്ടുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കൊളംബോയിലൊക്കെ തന്നെ ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ വിമാനത്താവളത്തിൽ ഇവരുണ്ടാകുമെന്നുള്ള ഒരു അനുമാനത്തിൽ സെർച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവരെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതേസമയം അവർ ഈ കശ്മീർ വിട്ട്, പ്രത്യേകിച്ച് തെക്കൻ കശ്മീർ വിട്ടു പോകാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ അന്വേഷണ സംഘം, പ്രത്യേക ദൗത്യ സംഘം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സംഭവത്തിന് ശേഷം വളരെ കാര്യമായിട്ടുള്ള പരിശോധന എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ട്. റെയിൽ, റോഡ്, അതേപോലെ തന്നെ വ്യോമ ഗതാഗത മേഖലയിൽ കൃത്യമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവർ ഇവിടെ വിട്ടുപോകാൻ സാധ്യതയില്ല. ഇപ്പോഴും കാടുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാമങ്ങളിലെ വീടുകളിലോ ഒളിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രത്യേക ദൗത്യ സംഘം വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു കോണിൽ കൂടി NIA അന്വേഷണം പുരോഗമിക്കുമ്പോൾ മറ്റൊരു വശത്തോടു കൂടി ഈ ഭീകരന്മാരെ പിടികൂടുവാൻ വേണ്ടിയുള്ള മുഴുവൻ നടപടികളും പ്രധാനമായും ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തി വരികയാണ്. അതേസമയം ഈ ഭീകരർ ഇതിനു മുമ്പായി തന്നെ, അതായത് ഈ പെഹൽഗാമിലെ ബൈസരൻ വാലിയിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പായി തന്നെ ഉദ്ധംപൂർ, അതേപോലെ തന്നെ ഈ കശ്മീർ താഴ്വരയിലേക്കുള്ള റെയിൽ പാതയും ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ച വിവരം. നന്ദഗോപൻ കൃത്യമായൊരു പദ്ധതിയുമായാണ് ഭീകരർ വന്നത്. അത് വെറുതെ പേടിപ്പിച്ചു പോകലല്ല. സാധാരണക്കാരായ വിനോദസഞ്ചാരികളെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി വെടിവെച്ച് കൊല്ലുന്നു. അതിനപ്പുറം ചില പദ്ധതികളുണ്ടായിരുന്നു. അതായത് സൈന്യത്തിൻ്റെ കൃത്യമായ ഇടപെടലാകാം ഒരുപക്ഷെ ഭീകരർക്ക് പെഹൽഗാമിൽ അവസാനിപ്പിച്ചു മടങ്ങേണ്ടി വന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതായത് ഈ ബൈസരൻ വാലിയിൽ മാത്രമായിരുന്നില്ല അക്രമത്തിന് പദ്ധതിയിട്ടിരുന്നത് എന്നുള്ളതാണ്. മറ്റ് ഏതാനും ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൂടി ഇവർ ലക്ഷ്യം വെച്ചിരുന്നു. ഇതിന് സമാനമായി തന്നെ മറ്റിടങ്ങളിലും അക്രമം നടത്താൻ വേണ്ടിയുള്ള തീരുമാനമായിരുന്നു ഭീകരർക്കുണ്ടായിരുന്നത്. എന്നാൽ അവരുടെ ഒരു നിരീക്ഷണത്തിൽ വന്ന ഒരു പോരായ്മ, ഈ പെഹൽഗാമിൽ മാത്രമാണ് അല്പം സെക്യൂരിറ്റിയിൽ അല്പം കുറവുള്ളത്. മറ്റിടങ്ങളിലൊക്കെല്ലാം ടൈറ്റ് സെക്യൂരിറ്റി ആയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും അവർ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ആക്രമണം ഉപേക്ഷിക്കാൻ കാരണമായത് എന്നുള്ളത് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ ഈ ഉദ്ധംപൂർ റെയിൽപാത, ഉദ്ധംപൂർ ശ്രീനഗർ റെയിൽപാത, അത് തകർക്കുവാൻ വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും ഈ ഭീകരർ നടത്തിയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഈ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടക്കം കണ്ടെത്തിയിരിക്കുന്നത്. പലരെയും ചോദ്യം ചെയ്തതിൽ നിന്നും അതാണ് NIAക്ക് വ്യക്തമായിരിക്കുന്നത്. അതായത് ഒരു തരത്തിലും പാകിസ്ഥാൻ ഈ കാശ്മീർ താഴ്വരയിലേക്ക്, അല്ലെങ്കിൽ കാശ്മീർ താഴ്വരയിൽ നിന്നും ഭാരതം മുഴുവൻ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു റെയിൽ മാർഗം അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത് ഏത് വിധേനയും തകർക്കണമെന്നുള്ളതായിരുന്നു ഈ ഭീകരരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ഉദ്ധംപൂർ ശ്രീനഗർ റെയിൽപാത അവർ ലക്ഷ്യമിട്ടിരുന്നത്. അത് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുവാൻ വലിയ ദിവസങ്ങൾ ഇല്ലായിരുന്നു. അതിനു മുമ്പേ തന്നെ ഇത് തകർക്കണമെന്നുള്ളതായിരുന്നു ഈ ഭീകരരുടെ പദ്ധതി. എന്നാൽ ആ പദ്ധതി, അവിടുത്തെ സെക്യൂരിറ്റി, ഇത്തരം ഇൻ്റലിജൻസ് ഔട്ട്പുട്ട് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലകളിലെ റെയിൽപാതയിൽ ഉടനീളം സെക്യൂരിറ്റി ശക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അവർക്കത് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളതാണ് പ്രധാനമായും NIA കണ്ടെത്തിയിരിക്കുന്നത്. ഈ NIA കൂടുതൽ പേരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമായത്. മാത്രമല്ല, ഈ കൂടുതൽ സാധാരണക്കാരെ ഇവർ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളതാണ്. അതായത് ശ്രീനഗർ നഗരത്തിൽ തന്നെ ഏതെങ്കിലും ബസ് ആക്രമിക്കുക, അങ്ങനെ സാധാരണക്കാരെ നഗരത്തിലിറങ്ങി കൂടി ആക്രമിക്കുവാൻ വേണ്ടി ഈ ഭീകരർ പദ്ധതിയിട്ടിരുന്നു എന്നുള്ളതാണ് ഈ പലരെയും ചോദ്യം ചെയ്തപ്പോൾ വ്യക്തമായിരുന്നത്. ഏതായാലും ഇപ്പോൾ 16 പേരെ ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശികപരമായി സഹായം ചെയ്ത ഭീകരർക്ക് പ്രാദേശിക സഹായം നൽകിയ 16 പേരെ ഇതിനോടകം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുമ്പോഴേക്കും ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നുള്ളതാണ് NIA സൂചിപ്പിക്കുന്നത്. കൃഷ്ണരാജ്, ഭീകരർ ആസൂത്രിതമായി തന്നെ വന്നതാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് NIA കണ്ടെത്തലുകൾ.
പ്രാദേശിക സഹായം നൽകിയ, അഭയം നൽകിയ, ആഹാരവും വെള്ളവും ഒക്കെ കൊടുത്ത 16 പേർ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് നടുവിലാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണക്കാരെ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പോൾ അന്വേഷണ സംഘം, സുരക്ഷാ സേന, കേന്ദ്ര സർക്കാർ ഒക്കെ തേടിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപാൽ. ഭീകരർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വീണ്ടും മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ അംഗോള പ്രസിഡന്റുമായി നടത്തിയ സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം വീണ്ടും ഭീഷണി തുടർന്ന് പാക് പ്രതിരോധ മന്ത്രി രംഗത്തെത്തി. സിന്ധു നദീജലം വഴിതിരിച്ചുവിട്ടാൽ ഭാരതം സൈനിക ആക്രമണം നേരിടേണ്ടി വരുമെന്നാണ് ഖ്വാജ ആസിഫ് പറഞ്ഞത്. अगर कोई इस किस्म का स्ट्रक्चर बनाने की कोशिश करेंगे, we'll strike that structure. बिल्कुल we'll strike that structure. That will be an act of aggression against Pakistan. वो पाकिस्तान के खिलाफ जारियत होगी. जारियत सिर्फ तोप के गोलों से या बंदूक चलाने से नहीं होती. जारियत के बहुत से अशकाल होते हैं, बहुत सी उसकी जो फेसेस होते हैं, उसमें ये भी एक फेस है. इसमें बहुत बड़ा फेस है. इससे तो कौमें जो हैं वो प्यास से या भूख से मर सकती हैं. तो ये अगर उन्होंने इस किस्म का अटेम्प्ट भी किया को आर्किटेक्चरल, तो उस स्ट्रक्चर को पाकिस्तान जो है डिस्ट्रॉय करेगा. अगर कोई इस किस्म का स्ट्रक्चर बनाने की कोशिश करेंगे, we'll strike that structure. വിവരങ്ങളുമായി ഐസൻ ജോസഫും ചേരുന്നു. ഐസൻ, പാക് വിടുവായത്വം അവസാനിക്കുന്നില്ലല്ലോ. ഖ്വാജ ആസിഫ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രി പല തവണയായി വിവാദപരമായ പ്രസ്താവനകൾ നടത്തുന്നു. ആ വിവാദ പ്രസ്താവനയിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രസ്താവന. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ, ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുക്കവെയാണ് ഇത്രയും ഭീകരമായ ഒരു നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പറയുന്നത്, ഖ്വാജ വ്യക്തമാക്കുന്നത്, ഈ ഏതെങ്കിലും സാഹചര്യവശാൽ സിന്ധു നദിയിലെ വെള്ളം വഴിതിരിച്ചു വിടുന്നതിന്, നേരത്തെ നമുക്കറിയാവുന്നതാണ്, CH പാട്ടീൽ ഉൾപ്പെടെയുള്ള ജലശക്തി മന്ത്രി എല്ലാം തന്നെ വളരെ കൃത്യമായി പറഞ്ഞത്, ഈ മൂന്ന് ഘട്ടമായ നടപടികളിലൂടെ പാകിസ്ഥാനിലേക്ക് വെള്ളം പോകുന്ന ഇൻഡസ് നദിയുടെ എല്ലാ വഴികളും അടയ്ക്കും എന്ന കൃത്യമായ നിലപാടായിരുന്നു. ഇതിനായി നമുക്ക് അറിയാവുന്നതാണ്, പകൽതുൽ ഡാം എന്നൊക്കെ പറയുന്ന വിവിധ ഡാമുകളെല്ലാം തന്നെ നിർമ്മിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള ഡാമുകളുടെ നിർമ്മാണവും മറ്റും ഇനിയും തുടർന്നാൽ ആ ഡാമുകളെല്ലാം തന്നെ, അതായത് സിന്ധു നദിയുടെ വെള്ളം പാകിസ്ഥാനിലേക്ക് പോകുന്ന ആ വഴികൾ അടയ്ക്കുകയാണെങ്കിൽ അത് ആ നിർമ്മാണങ്ങളെല്ലാം, ആ ഡാമുകളെല്ലാം തകർക്കും എന്നൊരു ഭീഷണിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് വസ്തുതാപരമായി പരിശോധിച്ചാൽ അത്തരത്തിലൊരു ഭീഷണി നടപ്പാക്കുക പാകിസ്ഥാനെ ഒരിക്കലും സാധ്യമല്ല എന്നതൊരു യാഥാർത്ഥ്യമായിരിക്കെ തന്നെ പാകിസ്ഥാനിലെ ചില പശ്ചാത്തലങ്ങളുണ്ട്. അതായത് പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന ചില കടുത്ത സാമ്പത്തിക വിഷയങ്ങളുണ്ട്. ആ സാമ്പത്തിക വിഷയങ്ങളുടെ ഭാഗമായി 1 കോടിയിലേറെ പേർ പട്ടിണിയാകാനുള്ള, അല്ലെങ്കിൽ 1 കോടിയിലേറെ പേരെ ഭക്ഷ്യക്ഷാമം ബാധിക്കാനുള്ള ഒരു സാധ്യത ഇത്തരത്തിൽ വെള്ളം നിർത്തുന്നതോടുകൂടി ഉണ്ടാകുമെന്ന കൃത്യമായ റിപ്പോർട്ട് വേൾഡ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് പറഞ്ഞതനുസരിച്ച് ഏതാണ്ട് 20 ലക്ഷത്തോളം പേർ വലിയ ദാരിദ്ര്യത്തിലേക്ക്, കടുത്ത ദാരിദ്ര്യത്തിലേക്ക് വീഴുമെന്ന ഒരു റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലമാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായും പാകിസ്ഥാനിലെ ജനങ്ങളിൽ നിന്ന് അകലുന്ന ഒരവസ്ഥയിലേക്ക് തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ സർക്കാരിന്റെ രീതി കൊണ്ട് എത്തിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിനെ തടയിടുന്നതിനും അതിനു മുന്നിൽ എന്തെങ്കിലും ഒരു പുകമറ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു നീക്കം മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ഡാമുകൾ തകർക്കുമെന്ന നിലപാടുകളൊക്കെ അറിയിക്കുന്നത് അത്തരമൊരു ഭീഷണിയുടെ ഭാഗമാണ് എങ്കിൽ കൂടി അവിടെയുള്ള ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമായി കൂടിയാണ് കണക്കാക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ശക്തമായ സൈനിക വിന്യാസം ഭാരതം നടത്തിയിരിക്കുന്ന മേഖലകളാണ് ഇതെല്ലാം തന്നെ. പലതരത്തിലുള്ള സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ നിരീക്ഷണം ശക്തമാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. പല രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള, കടലിൽ നിന്നെല്ലാം തന്നെ പാകിസ്ഥാൻ എന്തെങ്കിലും തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുകയാണെങ്കിൽ പ്രത്യാക്രമണം നടത്താനുള്ള സംവിധാനങ്ങൾ ഭാരതം അതിശക്തമായി ഒരുക്കുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഇതൊരു ഭീഷണി അല്ലെങ്കിൽ ഒരു വിടുവായിത്തം എന്ന് നേരത്തെ കൃഷ്ണരാജ് പറഞ്ഞതുപോലുള്ള ഒരു പ്രതികരണം മാത്രമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് വസ്തുതാപരമായി അല്ലെങ്കിൽ സൈനിക സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴൊന്നും ഇത് സാധ്യമാകുന്ന ലക്ഷണം ഒട്ടും തന്നെ ഇല്ല, അല്ലെങ്കിൽ സാധ്യമാകുന്ന സൂചന പോലും ഇല്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ നിലപാട് തീർത്തും ഒരു പ്രകോപനം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഭീഷണി ഉണ്ടാക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് അതിനുള്ളത്. യാഥാർത്ഥ്യമാകാൻ ഒട്ടും സാധ്യതയില്ലാത്ത ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലൊരു നീക്കമൊന്നും നടത്താൻ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാന് സാധ്യമല്ല എന്നൊരു യാഥാർത്ഥ്യവും ഭാരതത്തിന്റെ സൈന്യത്തിന്റെ നിരീക്ഷണത്തിലും വളരെ കൃത്യമായി നേരത്തെ തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. കൃഷ്ണരാജ്. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാൻ വീണ്ടും പ്രകോപന
പ്രസ്താവനകളുമായി രംഗത്തെത്തുന്നു. അത് പ്രകോപന പ്രസംഗമെന്ന് അവർക്ക് മാത്രമേ പറയാനാകൂ. നമുക്കിത് വീമ്പു പറച്ചിലായി തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം ഇല്ലാത്തത്, സംഭവിക്കാത്തത് എന്തിനിങ്ങനെ ആവർത്തിച്ച് പറയുന്നു? പാക് ജനതയെ കൂടെ നിർത്താനുള്ള പരിശ്രമമാണോ എന്നറിയില്ല. ആഭ്യന്തര പ്രശ്നങ്ങളാൽ കലാപരൂക്ഷിതമായൊരു അന്തരീക്ഷത്തിൽ നിന്ന് പ്രതിരോധ മന്ത്രി വെറുതെ പറയുന്നു ചിലത്. വിവരങ്ങൾ നൽകിയത് ഐസൻ ജോസ്. ഇന്നത്തെ പ്രഭാതം പുലരുന്നത് വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടാണ്. തിരുവനന്തപുരം കേശവദാസപുരത്ത് വാഹനത്തിന് തീപിടിച്ച് ഒരാൾ മരിച്ചു. ഓട്ടോയും കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് തീപിടിച്ചത്. ഓട്ടോയിലുണ്ടായിരുന്ന ആളാണ് മരിച്ചത്. പുലർച്ചെ 4 മണിക്കായിരുന്നു അപകടം. വിവരങ്ങളുമായി ശാലിനി എസ് ഒപ്പം ചേരും. ശാലിനി, എന്താണുണ്ടായത്? കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ പുലരി ഒരു ദുരന്ത പുലരിയാണ്, ദുരന്ത ഞായറാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന സ്ഥലത്താണ്. തിരുവനന്തപുരത്ത് നിന്നും കേശവദാസപുരത്തേക്ക് പോകുന്നതിനിടയിൽ പട്ടം ഭാഗത്താണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. 3 വാഹനങ്ങളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ഓട്ടോയിലാണ് അഗ്നി പടർന്ന് ഒരു ജീവൻ നഷ്ടമായത് എന്നുള്ളത് സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് നമുക്ക് നൽകാനുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും കേശവദാസപുരത്തേക്ക് പോയിരുന്ന ഈ വാഹനത്തിൽ നിർമ്മാണ തൊഴിലാളികളായിരുന്നു സഞ്ചരിച്ചതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2 പേരായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഒന്ന് ഡ്രൈവറാണ്, മറ്റൊന്ന് കൂടെ ഉണ്ടായിരുന്ന നിർമ്മാണ തൊഴിലാളിയാണ്. ഇരുവരും നിർമ്മാണ ജോലിക്ക് പോകുന്നവരാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതിന്റെ മോട്ടറും മറ്റ് ഉപകരണങ്ങളും ഒക്കെ ഈ വാഹനത്തിനകത്ത് ഉണ്ടായിരുന്നു. ഇതിനകത്ത് പെട്രോൾ, അതിന്റെ കാരിയറായി അതിന്റെ കൂടെ പെട്രോളും ഉണ്ടായിരുന്നു. ഈ വാഹനത്തിൽ തൊട്ട് പിന്നാലെ വന്ന ഇതേ ഭാഗത്തേക്ക് തന്നെ വന്നിരുന്ന മറ്റൊരു കാറ് ഇടിക്കുകയായിരുന്നു. കഴക്കൂട്ടം രജിസ്ട്രേഷനിലുണ്ടായിരുന്ന ഒരു കാറ് ഇടിക്കുകയായിരുന്നു. ഈ കാർ ഇടിച്ചതിനെ തുടർന്ന് ഈ വാഹനം മറിയുകയും പൊടുന്നതിനെ തന്നെ തീ പടരുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഈ വാഹനത്തിലുണ്ടായിരുന്ന വ്യക്തി അതിദാരുണമായി മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിനിടയിൽ മറ്റൊരു 2 വീലർ കാണാം. ഈ 2 വീലർ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ ഇതിനിടയിൽ ഒരു ബൈറോഡ് ഉണ്ട്. ആ ബൈറോഡിൽ നിന്നും ഈ വാഹനം കയറിയപ്പോൾ ഓട്ടോ സഡൻ ബ്രേക്ക് പിടിച്ചതാണ്. ആ സഡൻ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് തന്നെ ഈ കാറ് ആ വാഹനത്തിൽ വന്നിടിക്കുകയും ഓട്ടോയും തലകീഴായി മറിഞ്ഞു. സമാനമായി തന്നെ കാറും നിയന്ത്രണം തെറ്റി തലകീഴായി മറിയുന്ന സാഹചര്യത്തിൽ വരികയും വാഹനം ഇവിടെ ഇടിച്ച് തെറിപ്പിക്കുകയുമായിരുന്നു എന്നുള്ളതാണ്. ഈ കാറിലുണ്ടായിരുന്നത് ഒരു യുവാവാണ് എന്നുള്ളതാണ്, 19കാരനാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇരുചക്ര വാഹനത്തിൽ ഒരു അമ്മയും ഒരു സ്ത്രീയും മകനുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മൾക്കിപ്പോൾ ദൃക്സാക്ഷികളടക്കമുള്ളവർ ചിലർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ആ വാഹനത്തിനുള്ളിൽ നിന്ന് മദ്യക്കുപ്പി ഗ്ലാസുകളൊക്കെ ഈ കാറിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. മദ്യപാനം നടത്തി കാർ ഓടിച്ച് വന്നതാണോ അതോ മുൻപ് മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ച് നിയന്ത്രണം വിട്ടതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും 5 പേരാണ് ഈ വാഹനത്തിൽ, ഈ മുഴുവൻ വാഹനത്തിൽ 3 വാഹനത്തിലായി 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇരുചക്ര വാഹനത്തിൽ 2 പേരും ഒപ്പം തന്നെ ഓട്ടോറിക്ഷയിൽ 2 പേരും ഈ കാറിൽ ഒരാളുമാണ് എന്നുള്ളതാണ് ഇവിടെ ആദ്യം എത്തിയ ചിലർ പറയുകയും ചെയ്തു. ഈ കാറിലുണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് നാട്ടുകാരെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് അതിദാരുണമായൊരു സംഭവം തന്നെയാണ്. എന്തായാലും ഒരു ആളുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. അയാളുടെ പേര് വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്കിപ്പോൾ വ്യക്തമായി ലഭ്യമായിട്ടില്ല. മങ്കാട്ടുകടവ് സ്വദേശി എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള ഏക വിവരം. എന്തായാലും അതിദാരുണമായ സംഭവം തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളെ ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും ഇത്രയധികം ദാരുണമായ ഒരു സംഭവം ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിർമ്മാണ തൊഴിലാളികളാണ്, അവർ ഞായറാഴ്ച ദിവസമാണ് ജോലിക്ക് പോകുന്നതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഈ വാഹനം പൂർണ്ണമായും കത്തി നശിച്ച നിലയിൽ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഓട്ടോ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ ഇവിടെ എത്തി ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. നിർമ്മാണ തൊഴിലാളികളാണ്, അവരുടെ സാധന സാമഗ്രികൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ പെട്രോൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായും അറിയാൻ സാധിക്കുന്നത്. ആ പെട്രോൾ ഈ വാഹനം മറിഞ്ഞപ്പോൾ ഓടിക്കൊണ്ടിരുന്ന വാഹനമാണ്. സ്വാഭാവികമായും അത് തീ പടർന്നതാണ് എന്നുള്ള ചില സൂചനകളാണ് നമുക്കിപ്പോൾ ലഭ്യമാക്കാൻ സാധിക്കുന്നത്. ചില വ്യക്തികൾ കൂടി ഇവിടെ ചേരുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവിടെ ആ സമയത്ത് ഇവിടെ ആദ്യം എത്തിയിരുന്ന ചില ആളുകൾ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് കാറ് ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും ഓട്ടോറിക്ഷ തലകീഴായി മറിയുകയും പൊടുന്നതിനെ തീ പിടിക്കുകയുമായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഇതിനിടയിൽ ഈ 2 വീലർ ഇരുചക്ര വാഹനം ഇടയിലേക്ക് വന്നതാണ് ഈ ഓട്ടോ സഡൻ ബ്രേക്ക് ഇടാനുള്ള സാഹചര്യം ഉണ്ടായത്. സഡൻ ബ്രേക്ക് ഇട്ടത് തന്നെയാണ്. പുറകിൽ വന്ന വാഹനം അമിത വേഗത്തിലാണ്. 3:30-4 മണി സമയത്താണ് ഈ അപകടം നടന്നത് എന്നുള്ളതാണ്. റോഡെല്ലാം തന്നെ ഫ്രീ ആയിട്ട് കിടക്കുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായും അമിത വേഗത്തിലായിരുന്നു ഈ കാറും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. എന്തായാലും അപകടത്തിൽ പരിക്കേറ്റ ഒരാൾ മരിച്ചിരിക്കുന്നു. മറ്റ് 4 പേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൃഷ്ണരാജ്. തിരുവനന്തപുരം
കേശവദാസപുരത്ത് വാഹനത്തിന് തീപിടിച്ച് ഒരാൾ മരിച്ചു. ഓട്ടോ, കാർ, ബൈക്ക് ഇവ കൂട്ടിയിടിച്ചാണ് തീപിടിച്ചത്. നിയന്ത്രണം വിട്ട കാർ, അതായത് ബൈക്ക് ഇടവഴിയിൽ നിന്ന് വന്നു കയറിയത് പെട്ടെന്ന് കണ്ട് സഡൻ ബ്രേക്ക് ഇടുകയായിരുന്നു ഓട്ടോറിക്ഷ എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നിൽ പാഞ്ഞു വന്ന കാർ ഈ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും ഓട്ടോ കത്തുകയും ചെയ്തു. ഈ നിർമ്മാണ തൊഴിലാളികളായിരുന്നു അതിനുള്ളിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ദൂരേക്ക് ജോലിക്കായി പോയ ആൾക്കാരാണ്. എന്നാൽ തീപിടിച്ച് അതിലുണ്ടായിരുന്ന ഓട്ടോയിലുണ്ടായിരുന്ന ഒരാൾ മരിച്ചു. 4 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന് ശാലിനി എസ്. കാന്ത ഞാനും വരാം എന്നാണ് പാട്ട്. പക്ഷേ ഞങ്ങൾ ജനൻ TV വാർത്താ സംഘം പൂരനഗരിയിൽ സജീവമായി എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങളുടെ തലക്കെട്ട് കാന്ത ഞാനും വന്നു എന്നാക്കിയത്. ജയലക്ഷ്മി സിൽക്സ് കാന്ത ഞാനും വന്നു. ജയലക്ഷ്മി, ഇന്ത്യസ് ഫൈനസ്റ്റ് ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ, പവേർഡ് ബൈ UGS ഗ്രൂപ്പ്. സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. ഇൻ അസോസിയേഷൻ വിത്ത് സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. ധനലക്ഷ്മി ബാങ്ക്, ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോർ എവർ. തൃശൂർ പൂരത്തിന് മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന തിട്ടൂരവുമായി ദേവസ്വം മന്ത്രി VN വാസവൻ. പൂരത്തിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിന് ശേഷമാണ് മന്ത്രിയുടെ വിവാദ പ്രസ്താവന. ഗവൺമെന്റിന്റെ ഒരു സർക്കുലറിംഗ് ഇറക്കിയിരുന്നു. അതിവിടെ പറയുന്നത് ഏതെങ്കിലും മതജാതി പ്രസ്ഥാനങ്ങളുടെ സിഗ്നലുകളോ സിംബലുകളോ ഫ്ലെക്സുകളോ അല്ലെങ്കിൽ വിപണികളോ ഒക്കെ പൂരവേദികളിൽ അവതരിപ്പിക്കുന്നുണ്ടായിക്കൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സിംബലുകളോ കൊടികളോ അതിന്റെ പ്രചരണ വേദിയായി പൂരവേദി മാറ്റിക്കൂടാ. കർശനമായി ആ വിഷയത്തിൽ പോലീസ് നിലപാട് സ്വീകരിച്ച് അതിന് ഗവൺമെന്റ് കൃത്യമായി ഇടപെടുന്നതാണെന്ന് കാര്യം പറഞ്ഞു. വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പം ചേരുന്നു. സാനു, എന്താണ് മന്ത്രി ഉദ്ദേശിക്കുന്നത്? പൂരം അവലോകന യോഗം, അതായത് കേന്ദ്രമന്ത്രി സുരേഷ് കൃഷ്ണരാജ് ഇന്നലെ പൂരം അവലോകന യോഗം, അതായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അതേപോലെ ദേവസ്വം മന്ത്രി VN വാസവൻ, മന്ത്രിമാരായ K രാജൻ അടക്കമുള്ളവർ പങ്കെടുത്ത അവലോകന യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വേദി വിട്ടിറങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രസ്താവന ദേവസ്വം മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അതായത് തികച്ചും ഹൈന്ദവ ആചാരപ്രകാരം, ഹിന്ദു ആചാരപ്രകാരം നടത്തുന്ന തൃശൂർ പൂരത്തില് മതചിഹ്നങ്ങൾ ഒന്നും പാടില്ല എന്നാണ് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള തിട്ടൂരം. അതായത് ഈ കുടമാറ്റത്തിലടക്കം അത്തരം ചിഹ്നങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ദേവസ്വം മന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതായത് ശബരിമലയിലുണ്ടായ ആചാര ലംഘനത്തിന് സമാനമായ മറ്റൊരു തലം ഈ തൃശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് ഒളിച്ചു കടത്താൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. അതായത് തികച്ചും ഹിന്ദു ആചാരപ്രകാരം, ഹൈന്ദവ ആചാരപ്രകാരം അതിന്റെ ചിത്രവട്ടങ്ങളോടുകൂടി, അതിന്റെ പൂജാ ഘട്ടങ്ങളോടുകൂടി നടത്തുന്ന തൃശൂർ പൂരത്തില് പാറമേക്കാവും തിരുവമ്പാടിയും ഒപ്പം 8 ഘടകക്ഷേത്രങ്ങളോടുകൂടി ഒന്നിച്ച് നടത്തുന്ന തൃശൂർ പൂരത്തില് ഹിന്ദു ആചാരപ്രകാരം അല്ലെ മതാചാരപ്രകാരമായിട്ടുള്ള ഒരു ചിഹ്നങ്ങളും പാടില്ല എന്ന് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രസ്താവന വലിയ വിവാദമായിരിക്കുകയാണ്. അതായത് ഹിന്ദു വിശ്വാസികൾ, ഹൈന്ദവ വിശ്വാസികൾ ഇതിനെതിരെ വലിയ ക്ഷോഭത്തോടു കൂടിയാണ് മന്ത്രിയുടെ ഈ പ്രസ്താവനയെ കാണുന്നത്. അതായത് ഈ തൃശൂർ പൂരം എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ പൂരപ്രേമികൾക്കും ഹൈന്ദവ വിശ്വാസികൾക്കും വലിയൊരു ആവേശവും. ഇത്തവണയും വിവാദത്തിന്റെ നടുവിൽ പൂരത്തെ നിർത്തണം എന്നാഗ്രഹിക്കുന്നുണ്ടോ മന്ത്രിയും സംഘവും, ആ പക്ഷവും? തീർച്ചയായിട്ടും ഈ അവസാന ഘട്ടത്തിൽ, പൂരത്തിന്റെ ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിൽ, അതായത് തെക്കേ ഗോപുരനട തുറക്കാനായിട്ട് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ, അതേപോലെ തന്നെ സാമ്പിൾ വെടിക്കെട്ടിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ ഒരു പ്രസ്താവന തീർച്ചയായിട്ടും വിവാദങ്ങളുടെ, അതായത് ഇതാണ് സാമ്പിൾ വെടിക്കെട്ട്, വിവാദത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോൾ മന്ത്രി VN വാസവന്റെ നാവിൽ നിന്ന് പുറത്തു വന്നത്. തീർച്ചയായിട്ടും വിവാദങ്ങളുടെ സാമ്പിൾ വെടിക്കെട്ട് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ തിരികൊളുത്തിയിരിക്കുകയാണ്. അതായത് ഈ ഒരു വിവാദം വന്നതോടുകൂടി തന്നെ വിശ്വാസികൾക്കിടയിൽ വലിയൊരു ആശങ്കയും അതേപോലെ തന്നെ വലിയൊരു അമർഷവും പുകയുന്നുണ്ട്. ആ അമർഷം പുകയുക, അല്ലെങ്കിൽ അത്തരം ഒരു വിമർശനങ്ങൾ ഉണ്ടാവുക, തൃശൂർ പൂരത്തിനെ അത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചിഴക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു മതാചാരപ്രകാരം നടത്തുന്ന, ഹൈന്ദവ ആചാരപ്രകാരം നടത്തുന്ന ഒരു ചടങ്ങിലേക്ക് മതാചാരപ്രകാരമുള്ള ചിഹ്നങ്ങൾ വലിച്ചിഴക്കരുത്
എന്ന് പറയുന്നത് തന്നെ ആ ഒരു വിശ്വാസി സമൂഹത്തെ മുറിവേൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അത്തരം പ്രസ്താവനകൾ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. അതായത് പൂരത്തിന്റെ നടപടികൾ ആരംഭിച്ച് അല്ലെങ്കിൽ അതിന്റെ ചടങ്ങുകൾ ആരംഭിക്കാനായിട്ട് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ദേവസ്വം മന്ത്രി തന്നെ അത്തരം ഒരു പ്രസ്താവന നടത്തുന്നത് ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇന്ന് വലിയ പ്രതികരണങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ വിശ്വാസി സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ വരും മണിക്കൂറുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൃഷ്ണ സാനു, മറ്റൊന്നുകൂടി, സാമ്പിൾ വെടിക്കെട്ട് ഇന്നാണ്, വിളംബരം നാളെയാണ്, പൂരം മറ്റന്നാളാണ്. ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി? തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. അതായത് പൂരനഗരം പൂരാവേശത്തിലേക്ക് അമർന്നിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള പൂരത്തിന്റെ പ്രൗഢി തന്നെ വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് വൈകിട്ടാണ് നടക്കുന്നത്. ഇന്ന് വൈകിട്ട് പാറമേക്കാവിന്റെയും 7 മണിക്ക് പാറമേക്കാവിന്റെയും അതിനുശേഷം തിരുവമ്പാടി വിഭാഗത്തിന്റെയും വെടിക്കെട്ടാവും നടക്കുക. അതിന് മുന്നോടിയായിട്ട് ഈ പ്രൗഢി വിളിച്ചോതുന്ന, അതായത് ഈ ചമയ പ്രദർശനം, പ്രൗഢി വിളിച്ചോതുന്ന പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പും വർണ്ണാഭമായ നെറ്റിപ്പട്ട മനോഹരമായിട്ടുള്ള വെഞ്ചാപനം, ഇതിന്റെ എല്ലാം ഒരു പ്രദർശനം ഇന്ന് രാവിലെ 9 മണിയോടുകൂടി ആരംഭിക്കും. 9 മണിക്കാണ് ഇരുവിഭാഗങ്ങളുടെയും പാറമേക്കാവിന്റെ ചമയ പ്രദർശനമാണ് ആദ്യം ആരംഭിക്കുക. അതിനുശേഷം തിരുവമ്പാടിയുടെ ആരംഭിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇരു പരിപാടികളിലും പങ്കെടുക്കും. എന്തായാലും തൃശ്ശൂർ പൂരത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പൂരനഗരിയിലേക്ക് ജനസാഗരം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മുൻ പൂരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൃത്യതയോടുകൂടിയുള്ള സുരക്ഷാ മുൻകരുതലോടുകൂടിയൊക്കെ തന്നെയാണ് ഇത്തവണ തൃശ്ശൂർ പൂരം നടത്തുന്നത്. കമാൻഡോ സുരക്ഷയിലുള്ള ആദ്യത്തെ പൂരമെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ പൂരത്തിന് മുന്നോടിയായി തന്നെ ഈ വടക്കുന്നാഥ ക്ഷേത്ര പ്രദർശന വഴികളിലടക്കം പോലീസിന്റെ നിയന്ത്രണവും ബാരിക്കേഡുകൾ അടക്കം നിരന്നിരിക്കുകയാണ്. അതേപോലെ അട്ടിമറി വിരുദ്ധ സേനയുടെ അടക്കം വലിയൊരു സുരക്ഷ ഈ പൂരനഗരിയിൽ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നലെ വൈകിട്ട് തൊട്ട് ഈ പൂരനഗരിയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഒരു നിയന്ത്രണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ വെടിക്കെട്ടിന്റെ ഭാഗമായിട്ട്, സാമ്പിൾ വെടിക്കെട്ടിന്റെ ഭാഗമായിട്ട് എല്ലാ നടപടികളും ഇരു ക്ഷേത്രങ്ങളുടെ ഭാഗങ്ങളിൽ നിന്നുള്ള പൂർത്തിയായിട്ടുണ്ടെന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ വെടിക്കെട്ടിന് മുന്നോടിയായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ സ്വരാജ് റൗണ്ടിലേക്ക് വാഹനങ്ങൾ അടക്കം പ്രവേശിപ്പിക്കാതെ തടയുന്ന ഒരു സാഹചര്യം കൂടെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതായത് തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ ഉണ്ടാവുക. നാളെയാണ് തെക്കേ ഗോപുരനട തുറന്നുകൊണ്ടുള്ള പൂര വിളംബരം നടക്കുന്നത്. അതിനുശേഷം 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരങ്ങളുടെ പൂരത്തിന് ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ തുടക്കമാവുകയാണ്. എന്തായാലും തൃശ്ശൂർ ഒന്നാകെ പൂരത്തിന്റെ ആവേശത്തിലാണ്. അതിനെ തൃശ്ശൂർ എന്തു പറയുന്നു? അതായത് പൂരമെന്നാൽ അവർക്ക് എത്രമാത്രം ആവേശത്തിൻ്റെ, ആഘോഷത്തിൻ്റെ ഉത്സവമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തൃശ്ശൂരുകാർ എന്തു പറയുന്നു? തീർച്ചയായിട്ടും തൃശ്ശൂരുകാരുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് തൃശ്ശൂർ പൂരം. അതായത് ഓരോ പൂരത്തിന് ശേഷം അടുത്ത വരാനിരിക്കുന്ന പൂരത്തിനെ കാത്തിരിക്കുന്ന ഒരു ജനസമൂഹമാണ് ഇവിടെ ഉള്ളത്. അതായത് പൂരത്തിന് മുന്നോടിയായി തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ നമ്മൾ തന്നെ ചെയ്തതാണ്. അതായത് ഈ തൃശ്ശൂർ എക്സിബിഷൻ, പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള എക്സിബിഷനിലേക്ക് അടക്കം തൃശ്ശൂരിൽ നിന്നും, തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനസഞ്ചയം ഒഴുകിയ ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. അതായത് പൂരത്തിന് മുന്നോടിയായി തന്നെ പൂരനഗരിയെ പൂരത്തിന്റെ ആവേശത്തിലേക്ക് ആക്കിയ ഒരു ജനസമൂഹമാണ് തൃശ്ശൂരിലുള്ളത്. എന്തായാലും ഈ പൂരത്തിന് അവസാന മണിക്കൂറുകൾ മാത്രം ശേഷിക്കും. ഇപ്പോൾ പാറമേക്കാവിലാണെങ്കിലും തിരുവമ്പാടിയിലാണെങ്കിലും ഒപ്പം വടക്കുന്നാഥ ക്ഷേത്രത്തിലാണെങ്കിലും വലിയ ഭക്തജന തിരക്കാണ്. അത് തൃശ്ശൂരിൽ നിന്നുള്ളവരുണ്ട്, മറ്റു ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്, ഇതര സംസ്ഥാനക്കാരുണ്ട്, വിദേശികളടക്കം ഈ തൃശ്ശൂരിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ ഈ പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള അവലോകന യോഗത്തിന് ശേഷം മന്ത്രിമാരും അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടവും പറഞ്ഞത് 18 ലക്ഷത്തിലധികം പേർ ഈ പൂരത്തിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന 36 മണിക്കൂറിന് ഉള്ളിൽ ഈ തൃശ്ശൂരിലേക്ക് ഒഴുകും. ഈ പൂരത്തിന്റെ ഭാഗമായിട്ട് അവർ തിരിച്ചു പോകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കണക്ക് തന്നെ കേൾക്കുമ്പോൾ അറിയാം ഏത് രീതിയിലാണ് ഈ പൂരത്തെ ജനം സ്വീകരിക്കുക, എങ്ങനെയാണ് അത് തൃശ്ശൂരുകാർ നെഞ്ചിലേറ്റുക, ആ പൂരത്തെ എങ്ങനെയാണ് ആസ്വദിക്കാനായിട്ട് മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും അടക്കമുള്ളവർ എത്തുക എന്നത് തന്നെ ആ ഒരു സംഖ്യയുടെ കണക്കിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. എന്തായാലും പൂരത്തിനുള്ള എല്ലാ നടപടികളും എല്ലാ ക്രമീകരണങ്ങളും തൃശ്ശൂരിൽ പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് രാവിലെ 9 മണിക്കാണ് ചമയ പ്രദർശനം ആരംഭിക്കുക. പാറമേക്കാവ് വിഭാഗത്തിന് ചമയ പ്രദർശനമാണ് ആദ്യം. അതിനുശേഷം 9:30 തിരുവമ്പാടിയുടെ ചമയ പ്രദർശനവും ആരംഭിക്കും. ഇതിലെല്ലാം വലിയ സസ്പെൻസുകൾ, അതായത് ഈ കുടകളിലടക്കം വലിയ സസ്പെൻസുകൾ, റോബോട്ടിക് കുടകളടക്കം ഇക്കുറി ഈ ഒരു തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഈ രാജ്യത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതുന്ന ചില സെഗ്മെന്റുകൾ കൂടി ഈ കുടമാറ്റത്തിലും അതേപോലെ വെടിക്കെട്ടിലും തങ്ങൾ സസ്പെൻസ് ആയിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഇരുവിഭാഗങ്ങളും പറയുന്നത്. കൃഷ്ണ
യെസ്, പൂരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു തൃശ്ശൂർ. വളരെ ആവേശത്തിലാണ് തൃശ്ശൂരുകാർ. മാത്രമല്ല നിരവധി പേർ അവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് ഇപ്പോൾ തന്നെ. മണിക്കൂറുകൾക്കപ്പുറം വെടിക്കെട്ട്. രാവിലെ പൂരപ്രദർശനം ആരംഭിക്കുന്നു. നാളെ വിളംബരമാണ്. മറ്റന്നാൾ ലോകപ്രസിദ്ധമായ തൃശ്ശൂർ പൂരമാണ്. ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു കേട്ടോ. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിക്കുന്നതിൽ ആശങ്കയേറുന്നു. നായയുടെ കടിയേറ്റ് മരണപ്പെടുന്നതിൽ കുട്ടികളും ഉണ്ടെന്നതാണ് ആശങ്കയ്ക്ക് കാരണം. വാക്സിൻ സൂക്ഷിക്കുന്ന കോൾഡ് സ്റ്റോറേജുകളടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അതേസമയം പേവിഷബാധയേറ്റ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 8 വയസ്സുകാരിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ശാലിനി വിവരങ്ങളുമായി ഒപ്പം ചേരുകയാണ്. ശാലിനി, ഈ 4 വരികൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത ആശങ്കയാണ്. കാരണം ഒരു നായ കടിച്ചാൽ അല്ലെങ്കിൽ വിഷബാധയുള്ള ഏതെങ്കിലും ഒരു ജീവി കടിച്ചാൽ മരണമുറപ്പോ എന്ന ചോദ്യമാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. വാക്സിൻ എന്തിന് എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. പറയും. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏറ്റവും ഒരു ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണ്. കഴിഞ്ഞ 4 മാസത്തിനിടെ 12 പേവിഷബാധ മരണങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം 13 വയസ്സുകാരി ഇതേപോലെ തന്നെ പേവിഷബാധ ഏറ്റതിന് ശേഷം വാക്സിൻ എടുത്തിട്ടും ആ കുട്ടിക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം. ഇന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിക്കും പരാതി നൽകാനായി എത്തുകയും ചെയ്യുകയാണ്. കൂടാതെ തന്നെയാണ് കൊല്ലം ജില്ലയിൽ 8 വയസ്സുകാരി പേവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നത്. ഇപ്പോഴും ആ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് പറയാറായിട്ടില്ല. അങ്ങനെ ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള അലംഭാവമുണ്ട് എന്നുള്ള സൂചനകളും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും ഒക്കെയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഈ പേവിഷബാധ ഏറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാധാരണ ഒരു മൃഗത്തിന്റെ കടിയേറ്റാൽ, പ്രത്യേകിച്ച് പട്ടികളുടെ കടിയേറ്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായും സാധാരണ ജനങ്ങൾ ആദ്യം പോയി വാക്സിൻ എടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ആ വാക്സിൻ പോലും വിശ്വാസമില്ല എന്നുള്ള തെളിയിക്കുന്ന കണക്കുകളും കാര്യങ്ങളും ഒക്കെയാണ് കുറേ ദിവസങ്ങളായി സംസ്ഥാന വ്യാപകമായി വന്നുകൊണ്ടും ഇരിക്കുന്നത്. അത്തരത്തിൽ ഈ വാക്സിനുകൾ സൂക്ഷിക്കേണ്ടത് കൃത്യമായി കോൾഡ് സ്റ്റോറേജിലാണ്. അത് 3 മുതൽ 4 ഡിഗ്രി ഒക്കെ ഇതിന്റെ താപനിലയൊക്കെ കൃത്യമായി ക്രമീകരിച്ചാണ് അത് ആ ഒരു ഊഷ്മാവിലാണ് അത് സൂക്ഷിക്കേണ്ടത്. പക്ഷേ അതിലൊരു ചെറിയ വ്യത്യാസം പോലും ഈ വാക്സിനുകളുടെ ഗുണനിലവാരത്തെ കാര്യമായി ബാധിക്കുമെന്നുള്ളതാണ് കണ്ടെത്തുന്നത്. അങ്ങനെ കൃത്യമായി അത് സൂക്ഷിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ അതിന്റെ ഈ ഒരു അപകടത്തെ അല്ലെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാര്യമായി മാറുകയും ചെയ്യുന്നത്. മാത്രമല്ല ഈ മരുന്നുകളുടെ ഡേറ്റുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളൊക്കെയാണ് ഇവർ കുത്തിവെക്കുന്നത് എന്നുള്ളൊരു ആശങ്ക ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ്. അതിൽ കൃത്യമായ പരിശോധനകളും പരിഗണനകളും ഒക്കെ വേണം എന്നൊരു ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ ശക്തമാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഗുണനിലവാരമില്ലാത്ത വാക്സിനുകൾ, ഒപ്പം തന്നെ ഇത്തരത്തിൽ ഊഷ്മാവ് കൃത്യമായി ക്രമീകരിക്കാതെ വാക്സിൻ സൂക്ഷിച്ച് അത് കൃത്യമായി പരിപാലിക്കാതെ ആ വാക്സിൻ കുത്തിവെച്ച് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും സംസ്ഥാന വ്യാപകമായി കാര്യക്ഷമ പരിശോധനയും ഒപ്പം തന്നെ കാര്യക്ഷമമായ നടപടികളും ഇക്കാര്യത്തിൽ വേണമെന്നൊരു ആവശ്യം കൂടി ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടികളെ, ചെറിയ കുട്ടികളെയാണ് ഈ നായകൾ കടിക്കുന്നത്. ആ നായകൾ കടിച്ചതിന് ശേഷം അതിന് വാക്സിൻ എടുക്കുന്ന കുട്ടികളുടെ ജീവനുകളാണ് ഇല്ലാതാകുന്നത്. അതിൽ കൃത്യമായ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു പരാതികൾ കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആശങ്കാജനകമായ സാഹചര്യമാണ്. 12 പേവിഷബാധ മരണങ്ങൾ 4 മാസത്തിനിടെ സംഭവിച്ചു. ഇപ്പോഴും അത്തരത്തിൽ പേവിഷബാധ ഏറ്റ് അതിന് വാക്സിൻ എടുത്ത് ആരോഗ്യനില തൃപ്തികരമാകാതെ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണവും അത്തരത്തിലുള്ള ആളുകളുടെ എണ്ണവും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ആശങ്കാജനകമായ സാഹചര്യം മാറണമെന്നൊരു ആവശ്യം ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. നിരവധി പരാതികളാണ് ഈ വാക്സിന്റെ ഗുണനിലവാരത്തെ പറ്റി അടക്കം ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത്. കൃഷ്ണരാജ്, ചലി രോഗം വരാതെ സൂക്ഷിക്കുക, അതാണല്ലോ പൊതുവായി പറഞ്ഞു കേൾക്കുന്നത്. ഇതിപ്പോൾ നായ കടിക്കാതെ സൂക്ഷിക്കുക എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതായത് വിശ്വസിച്ച് വാക്സിൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ. അതിലാണ് ഏറ്റവും വലിയ ആശങ്ക, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ് അത് തന്നെയാണ്. കാരണം നായ കടിച്ചതിന് ശേഷം, ഇത് ഇപ്പൊ കഴിഞ്ഞ ദിവസം 13കാരിയുടെ മരണത്തിനിടയാക്കിയത് അടുത്ത വീട്ടിലെ നായ കടിച്ചതാണ്. നായ കടിച്ച് തൊട്ടു പിന്നാലെ തന്നെ അവർ പോയി വാക്സിൻ എടുത്തിരുന്നു. പക്ഷേ വാക്സിൻ എടുക്കുന്നതിന് മുൻപ് തന്നെ, വാക്സിൻ എടുത്ത് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ നായ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നായ മരിച്ചിട്ടും അതിന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ ഉടമകളോ ആരോഗ്യവകുപ്പോ കൃത്യമായ പരിഗണന ആ കുട്ടിയുടെ കാര്യത്തിൽ നൽകിയില്ല എന്നുള്ളതാണ് ആ കുട്ടിയുടെ മരണം സംഭവിക്കാൻ ഇടയാക്കിയതും. തൊട്ടു പിന്നാലെയാണ് തലസ്ഥാന ജില്ലയിലടക്കം നിരവധി
പേവിഷബാധ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. തെരുവ് നായ്ക്കളുടെ എണ്ണം പെരുകുകയാണ്. അതിന്റെ വന്ധീകരണമോ അല്ലെങ്കിൽ അതിനെ കൃത്യമായി അതിന്റെ കാര്യങ്ങൾ നോക്കാനോ ഓരോ നഗരസഭകളും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ശ്രമിക്കുന്നില്ല. ഒപ്പം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള അലംഭാവം കൂടി ഉണ്ടാകുന്നുണ്ട് എന്നുള്ള പരാതികൾ കൂടിയാണ് ഉയരുന്നത്. എന്തായാലും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പേവിഷബാധ ഏറ്റിട്ടോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ നായയുടെ കടി ഏറ്റതിന് ശേഷം ഒരു വാക്സിൻ എടുക്കുകയല്ല, പകരം നായകടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യമാണ് പൊതുജനങ്ങൾ ഇനി സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഇത്തരം കണക്കുകളിൽ നിന്നും ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും പേവിഷബാധ ഏറ്റ് മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലും സർക്കാർ തലത്തിലും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള അലംഭാവമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എന്തായാലും പേവിഷബാധ ഏറ്റുള്ള മരണങ്ങൾ ഇനിയും റിപ്പോർട്ട് ചെയ്യാതിരിക്കപ്പെടാൻ കാര്യമായ ഉണർന്ന് പ്രവർത്തിക്കണമെന്നൊരു, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് കാര്യമായി ഉണർന്ന് പ്രവർത്തിക്കണമെന്നൊരു ആവശ്യം കൂടി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ നില എന്താണ്? കൃഷ്ണരാജ്, നിലവിൽ ഇപ്പോഴും ആ കുട്ടിയുടെ ആരോഗ്യനിലയെ പറ്റിയിട്ട് കൃത്യമായ കാര്യങ്ങൾ ആശുപത്രി അധികൃതർ പറയുന്നില്ല. തൃപ്തികരമാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ദിവസം 13-കാരി ഏകദേശം 2 ഡോസ് വാക്സിൻ എടുത്ത് 3ാമത്തെ ഡോസ് വാക്സിൻ എടുക്കുന്നതിന് മുൻപാണ് ആ കുട്ടിയുടെ മരണം സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ആശങ്കപ്പെടേണ്ട എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. പക്ഷേ അതിലൊരു കൃത്യമായ ഉത്തരം ആശുപത്രി അധികൃതർ നൽകുന്നില്ല എന്നുള്ളത് ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം 8 വയസ്സുകാരിയാണ്, ചെറിയ കുട്ടിയാണ്. കുഞ്ഞു കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് ചെയ്യുന്നത്. അതിൽ വാക്സിനുകൾ എടുക്കുന്നുണ്ട്, എല്ലാ ഡോസ് വാക്സിനും ആ കുട്ടിക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ള പ്രാഥമികമായ വിവരങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുമുള്ളത്. SAT ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ആ കുട്ടി ഇപ്പോഴും ചികിത്സയിലാണ് എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശുഭവാർത്ത, വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിക്കപ്പെടുകയാണ്. ആരോഗ്യവകുപ്പ് കൃത്യമായൊരു ഉത്തരം നൽകുന്നില്ല. നായയുടെ കടിയേറ്റ് മരണപ്പെടുന്നതിൽ കുട്ടികളും ഉണ്ട് എന്നതാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്നത്. വാക്സിൻ സൂക്ഷിക്കുന്ന കോൾഡ് സ്റ്റോറേജുകളിൽ എന്താണ് അവസ്ഥയെന്ന് അറിയേണ്ടതുണ്ട്. കാരണം കൃത്യമായ തണുപ്പ് കിട്ടുന്നുണ്ടോ മരുന്നിന്, അതിന് കൃത്യമായ തോതിൽ അത് ആവശ്യമാണ്. അതൊക്കെ ലഭ്യമാകുന്നുണ്ടോ എന്ന അന്വേഷണം വേണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത്. പേവിഷബാധയേറ്റ് തിരുവനന്തപുരം SATയിൽ ഒരു കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ്. 8 വയസ്സുകാരിയാണ്. ആ കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ശാലിനി എസാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പൊട്ടിത്തെറിയിൽ വിശദമായ അന്വേഷണത്തിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും പോലീസും. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. KSEB ആശുപത്രി ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുത്തു. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരും. ദിസ്ന, എന്താണ് പൊട്ടിത്തെറിക്ക് പിന്നിൽ എന്ന് തെളിഞ്ഞു തുടങ്ങുന്നു? തീർച്ചയായും കൃഷ്ണരാജ്, ഇപ്പോൾ ഇൻസ്പെക്ടറേറ്റിന്റെ പ്രാഥമിക റിപ്പോർട്ടാണ് സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് പൊട്ടിത്തെറി ഉണ്ടായത് ബാറ്ററി ചൂടായി കത്തി മറ്റ് ബാറ്ററികളിലേക്ക് പടർന്നതാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് CPU യൂണിറ്റിൽ തീപിടിക്കാൻ കാരണം ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ് ആണ്. ഈ ഷോർട്ടേജ് കാരണം ബാറ്ററി ചൂടായി, അതിനുശേഷം ബൾജ് ചെയ്ത് പൊട്ടിത്തെറിച്ചു, തീ പിടിച്ചു എന്നത് തന്നെയാണ് പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ തീ മറ്റു ബാറ്ററികളിലേക്കും കത്തി, അങ്ങനെയാണ് ഈ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിക്ക് ഇടയാക്കിയത്. 34 ബാറ്ററികളാണ് അത്തരത്തിൽ പൊട്ടിയത് അല്ലെങ്കിൽ കത്തി നശിച്ചത് എന്നൊരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. ബാറ്ററി സൂക്ഷിച്ച റൂമിൽ മാത്രമാണ് തീ പടർന്നത്, മറ്റിടത്തേക്ക് ആ തീ വ്യാപിച്ചില്ല എന്നൊരു കാര്യവും ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി അറിയാൻ സാധിക്കുന്നു. എന്തായാലും ജീവനക്കാരുടെ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെയുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നും വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇന്നലെ പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ട് പ്രകാരം മരണകാരണം പുക ശ്വസിച്ചല്ല എന്നൊരു കാര്യം തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ ബന്ധുക്കൾ ഉൾപ്പെടെ അവർക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ടതായി പറഞ്ഞ് രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും
1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ പുതിയ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട്. അത്തരത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ അത്തരം കോടികൾ മുടക്കി നിർമ്മിച്ച ആ ഒരു കെട്ടിടത്തിലാണ് ഇത്തരത്തിൽ സാങ്കേതികമായി അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നിട്ടുള്ളത്. പ്രധാനമായും ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാവുമ്പോൾ ആ തീ പെട്ടെന്ന് അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ സ്വീകരിക്കേണ്ട നടപടി സ്വീകരിക്കുവാനുള്ള ഉപകരണങ്ങളോ സജ്ജീകരണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നൊരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് പഴയ കാഷ്വാലിറ്റിക്ക് മുന്നിലാണ്. ഈ കാഷ്വാലിറ്റിയിൽ താൽക്കാലികമായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. പൂർണ്ണമായും ഇത് സജ്ജമായി എന്ന് പറയുവാനായിട്ടില്ല. ഇവിടെ എത്തുന്ന രോഗികൾക്ക് ഇവിടെ നിന്ന് പ്രാഥമിക ചികിത്സ നൽകി പിന്നീട് ബീച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അവിടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന രോഗികളെ അങ്ങോട്ടേക്ക് മാറ്റുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ നിലവിൽ പോകുന്നത്. എന്തായാലും ഒരു 11 മണിയോടുകൂടി പൂർണ്ണമായും ഈ കാഷ്വാലിറ്റി പ്രവർത്തിക്കുമെന്ന ഒരു കാര്യം തന്നെയാണ് ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് നമുക്കറിയാം. ഈ സാധാരണക്കാരായ രോഗികളെ പെട്ടെന്ന് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായി. ആ തീപിടുത്തം ഉണ്ടായപ്പോൾ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റി. ആ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റിയപ്പോൾ അവർക്ക് അവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള ബില്ലുകൾ, ഈ തുകകൾ അടയ്ക്കാനൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടായിരിക്കുന്നു. ഈ സാമ്പത്തിക സഹായത്തെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ ഇനി സർക്കാർ പറയേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെയും അറിയിക്കാമെന്നൊരു കാര്യം തന്നെ പറയുന്നു. ചികിത്സ നിഷേധിക്കില്ല എന്നൊരു കാര്യം തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ പറഞ്ഞതെങ്കിലും സാധാരണക്കാരായ ആളുകളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഈ ചികിത്സയുടെ തുക എങ്ങനെ അടയ്ക്കും എന്നുള്ളത് വലിയ ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് കൃഷ്ണരാജ് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മറ്റ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 3 രോഗികളെ ഇപ്പോൾ വെന്റിലേറ്റർ സൗകര്യത്തോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നൊരു വിവരം കൂടി നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാകുന്നു. എന്തായാലും ഈ പൊട്ടിത്തെറി സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധന ആവശ്യമാണ്. ആധുനിക സംവിധാനങ്ങളുള്ള അല്ലെങ്കിൽ ആധുനിക രീതിയിലുള്ള പുതിയ കെട്ടിടത്തിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ അപകടം കഴിഞ്ഞ് മറ്റുള്ളവരെ, അതായത് ഈ രോഗികളെ ഒക്കെ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതിലും കാലതാമസം ഉണ്ടായി എന്നത് വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നു വന്നിരുന്നു. ഇതിനെ സംബന്ധിച്ചിടത്തോളം വിശദമായ പരിശോധന ആവശ്യമാണ് എന്നത് തന്നെയാണ്, അത്തരത്തിലുള്ള ഒരു ആവശ്യം തന്നെയാണ് സാധാരണക്കാർക്കിടയിൽ നിന്നും ഉയർന്നു വരുന്നത്. കൃഷ്ണരാജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പൊട്ടിത്തെറിയിൽ വിശദമായ അന്വേഷണം വരികയാണ്. പ്രാഥമിക സൂചനകൾ ലഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്. ഹൈവേ വികസനത്തിനായി വസ്തു ഏറ്റെടുക്കുന്നതിലെയും പുനരധിവാസ ഫണ്ട് അനുവദിച്ചതിലെയും ക്രമക്കേടുകളും അഴിമതിയും കണ്ടെത്തുന്നതിനായി വിജിലൻസിൻ്റെ സംസ്ഥാനതല മിന്നൽ പരിശോധന ഇന്നും തുടരും. ഓപ്പറേഷൻ അധിഗ്രഹൺ എന്ന പേരിലാണ് പരിശോധന നടക്കുന്നത്. ഇന്നലെ 32 ഓഫീസുകളിലാണ് വിജിലൻസ് ഒരേ സമയം മിന്നൽ പരിശോധന നടത്തിയത്. വിവരങ്ങളുമായി ശാലിനിയെ ഒപ്പം ചേരുന്നു. ശാലിനി, ഈ വിവരങ്ങളൊക്കെയും പുറത്തുവിട്ടിട്ട് പിന്നെ എന്ത് മിന്നൽ പരിശോധനയാണെന്നൊരു ചോദ്യമുണ്ട്. കാരണം അഴിമതിയുള്ള ഇടങ്ങളിൽ വേണ്ട രേഖകളൊക്കെ മാറ്റാം, വരുന്ന കൈക്കൂലിയൊക്കെ മാറ്റി നിർത്താം, ഇന്ന് നല്ല പിള്ള ചമയാം എന്നൊക്കെ ഇരിക്കെ ഇതിനെ മിന്നൽ പരിശോധന എന്നൊക്കെ എങ്ങനെ പറയും? കൃഷ്ണരാജ്, ഇന്നലെ യാതൊരു രീതിയിലുള്ള മുന്നറിയിപ്പും ഉണ്ടാകാതെയാണ് ഈ വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പരിശോധന നടന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന പരിശോധനയെ നമുക്ക് മിന്നൽ പരിശോധന എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വിജിലൻസിന്റെ ആന്റി സ്ക്വാഡാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയിട്ടുള്ളത്. വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയുടെ ഉത്തരവ് പ്രകാരമാണ് എല്ലാ ജില്ലകളിലെയും ഡിവിഷനുകൾ കേന്ദ്രീകരിച്ച് വിജിലൻസിന്റെ പ്രത്യേക ഡിവിഷനുകൾ ഇന്നലെ പരിശോധന നടത്തുകയും ചെയ്തത്. തിരുവനന്തപുരത്ത് നിന്ന് മാത്രം 6ഓളം പരാതികളാണ് ലഭ്യമായിട്ടുള്ളത്. അങ്ങനെ കൊല്ലത്ത് നിന്ന് 4 പരാതികൾ, അങ്ങനെ വിവിധ ജില്ലകളിൽ നിന്ന് 32ഓളം ഓഫീസുകൾ നടത്തിയ പരിശോധനയിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചില ആളുകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കാനുള്ള ക്രമങ്ങളിലേക്ക് കടക്കുകയാണ് വിജിലൻസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പരിശോധന ഇന്നും തുടരും എന്നുള്ളതാണ്. പക്ഷേ ഏത് ഓഫീസിൽ എപ്പോൾ എത്തും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വിജിലൻസ് ആർക്കും വ്യക്തത നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നും ഒരു മിന്നൽ പരിശോധന എന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും സ്വാഭാവികമായ പരിശോധന ഇന്ന് നടക്കും. അതിൽ പ്രധാനമായും നമ്മൾ പറയേണ്ടത് ഈ സംസ്ഥാനത്താകെ ഹൈവേയുടെ വികസനം നടക്കുകയാണ്. നാഷണൽ
നാഷണൽ ഹൈവേയുടെ വികസനം ഒരു ഭാഗത്ത് നടക്കുന്നു, സ്റ്റേറ്റ് ഹൈവേയുടെ വികസന പ്രവർത്തനങ്ങൾ മറുഭാഗത്ത് നടക്കുന്നു. ഈ ഹൈവേയുടെയൊക്കെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സ്വകാര്യ വ്യക്തികളുടെ ഭൂമികളൊക്കെ ഏറ്റെടുത്തിരുന്നു സർക്കാർ. ഇതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ചില ആനുകൂല്യങ്ങൾ നൽകുകയും ചില ധനസഹായം നൽകുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് വീടടക്കം നഷ്ടമായവർക്ക് അത് വെക്കാനുള്ള തുകയടക്കമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ വ്യാപകമായി ക്രമക്കേട് നടത്തി ചില ഉദ്യോഗസ്ഥർ എന്നുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട്. ചിലർക്ക് അധികമായി പണം നൽകുക, ചിലരുടെ ഫീൽഡ് വിസിറ്റ് അടക്കം നടത്തേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസർ അടക്കമുള്ളവർ പരിശോധനകൾ നടത്താതെ വ്യാജ റിപ്പോർട്ട് നൽകുക, അങ്ങനെയൊക്കെയുള്ള പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഓപ്പറേഷൻ അതിഗ്രഹൻ എന്ന പേരിൽ ഇത്തരത്തിലൊരു പരിശോധന വിജിലൻസ് നടത്തിയിട്ടുമുള്ളത്. കൂടുതൽ കുറ്റക്കാർക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് വിജിലൻസ് ഈ ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ റീഹാബിലിറ്റേഷൻ റീസെറ്റിൽമെന്റ് ഇനത്തിലാണ് സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വ്യക്തികളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും അവരുടെ വസ്തുവകളുടെ കണക്കുകൾ എടുക്കുകയും ആ കണക്കുകൾ പ്രകാരം അവർക്ക് സഹായം നൽകുന്ന കാര്യത്തിൽ അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഫീൽഡ് വിസിറ്റ് അടക്കം നടത്തേണ്ടതുണ്ട്. ഈ ഫീൽഡ് വിസിറ്റ് അടക്കം നടത്താതെ റിപ്പോർട്ടുകൾ നൽകുകയും കിട്ടേണ്ട അർഹരായവർക്ക് കിട്ടേണ്ട തുക ലഭ്യമാകാതിരിക്കുന്ന സാഹചര്യം, ചിലർക്ക് അനധികൃതമായി തുക അനുവദിക്കുക, അങ്ങനെയൊക്കെയുള്ള പരാതികൾ ഉയർന്ന സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയിട്ടുള്ളത്. എന്നാലും ഇന്നും ആ പരിശോധനകൾ നടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന വ്യാപകമായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മേഖലകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് വിജിലൻസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിശോധന തുടരുകയും ചെയ്യുന്നത്. കൃഷ്ണരാജ്. ഹൈവേ വികസനത്തിനായി വസ്തു ഏറ്റെടുത്തതിലെയും പുനരധിവാസ ഫണ്ട് അനുവദിച്ചതിലെയും ക്രമക്കേടുകളും അഴിമതിയും കണ്ടെത്താൻ മിന്നൽ പരിശോധന വിജിലൻസ് ഇന്നും നടത്തും എന്നാണ് ശാലിനി റിപ്പോർട്ട് ചെയ്യുന്നത്. CPI പ്രാദേശിക നേതാവിൻ്റെ ശുപാർശയിൽ വില്ലേജ് ഓഫീസർമാരെ സ്ഥലം മാറ്റിയ ഡെപ്യൂട്ടി കളക്ടറുടെ നടപടി ചട്ടവിരുദ്ധമെന്ന് പരാതി. എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ അധികാരം ദുർവിനിയോഗം നടത്തിയാണ് 2 വില്ലേജ് ഓഫീസർമാർക്ക് സ്ഥലം മാറ്റം നൽകിയതെന്ന് NGO സംഘ് ആരോപിച്ചു. സ്ഥലം മാറ്റ ഉത്തരവിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും കേരള NGO സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി S രാജേഷ് ജനം TVയോട് പറഞ്ഞു. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ഒപ്പം ചേരുന്നുണ്ട്. അരുൺ, ഈ CPI പ്രാദേശിക നേതാവ് പറഞ്ഞാലൊക്കെ വില്ലേജ് ഓഫീസറെ സ്ഥലം മാറ്റാൻ ഡെപ്യൂട്ടി കളക്ടർ നടപടിയെടുക്കും എന്നത് ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അത് ചട്ടവിരുദ്ധമായ നടപടിയാണ് എന്നാണ്. ഇപ്പോൾ NGO സംഘം എന്താണ് പറയുന്നത്? തീർച്ചയായും ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി അല്ലെങ്കിൽ ഒരു വിവാദ വിഷയമായി തന്നെ മാറുകയാണ്. അത് എടുത്തു പറയേണ്ടത് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ അവരുടെ ആത്മവീര്യം കെടുത്തുന്ന രീതിയിലുള്ള ഒരു നടപടി തന്നെയാണ് ഇതെന്നാണ് NGO സംഘം മുന്നോട്ട് വെക്കുന്നത്. ഈ വിഷയം അറിഞ്ഞത് മുതൽ തന്നെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് NGO സംഘം മുന്നോട്ട് പോയിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത് കൃത്യമായ ചട്ടലംഘനമാണ്. രാഷ്ട്രീയം ദുരുപയോഗം ചെയ്തുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം അത് ഈ ഭരണതലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വ്യക്തമായ നിലപാട് തന്നെയാണ് NGO സംഘം എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് കൃത്യമായ ഒരു ഇടപെടൽ NGO സംഘിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ ഒരു തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല. ഇത് പിന്നീടും ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. അതുകൊണ്ട് തന്നെ ഒരു അടിയന്തരമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. നിയമപരമായി തന്നെ ഈ വിഷയത്തെ നേരിടാനാണ് NGO സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി അടുത്ത ദിവസം തന്നെ പരാതി നൽകാനുള്ള ഒരു തീരുമാനം തന്നെയാണ് NGO സംഘം കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു വലിയ വിവാദം തന്നെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. 2 വില്ലേജ് ഓഫീസറുടെ സ്ഥലമാറ്റം അത് സർക്കാർ ഉത്തരവിൽ തന്നെ അത് ഒരു CPIയുടെ പ്രാദേശിക നേതാവ് തൃക്കാക്കര മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയുടെ നിവേദന പ്രകാരമാണ് ഇവർക്ക് സ്ഥലം മാറ്റം നൽകുന്നതെന്ന് സർക്കാർ ഉത്തരവിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എത്രത്തോളം വിചിത്രമായ ഒരു നടപടി എന്ന് ഓർത്തോളം. അതോടൊപ്പം തന്നെ ഈ ഭരണതലത്തിൽ ഇവർക്കുള്ള സ്വാധീനം കൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഈ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് മേൽ ഒരു വലിയ വിലങ്ങുതടിയായി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അവരെ ചൂഷണം ചെയ്യുന്നതിലേക്കുള്ള വഴികളൊക്കെ തന്നെ വെട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നടപടിയാണ്. ഇതെന്തായാലും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കടുത്ത ഒരു പ്രതിഷേധവുമായി NGO സംഘം മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും ഗൗരവകരമായ ഒരു വിഷയം തന്നെയാണ്. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉള്ള ഒരു നടപടി വേണം. അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം,
കൃത്യമായ ചട്ടലംഘനമാണ്. അതായത് ഈ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥലം മാറ്റം, നിയമന ഉത്തരവ് ഇത് നൽകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരമാധികാരി അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്ന ജില്ലാ കളക്ടറാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ ഡെപ്യൂട്ടി കളക്ടർ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇറക്കിയതെന്നടക്കമുള്ള ഒരു ചോദ്യങ്ങളും ഉയരുകയാണ്. ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ NGO സംഘം തീരുമാനിച്ചിരിക്കുന്നത്. കൃഷ്ണരാജ്, അരുൺ, ഒരു സ്ഥലം മാറ്റം വേണമെന്ന് ആവശ്യപ്പെടുന്നത് കേവലം ഒരു CPIയുടെ പ്രാദേശിക നേതാവാണ്. പക്ഷേ അതിന് ഒത്താശ ചെയ്യുന്നതും അതനുസരിച്ച് ഉത്തരവിറക്കുന്നതും എറണാകുളം ഡെപ്യൂട്ടി കളക്ടറാണ് എന്നോർക്കണം. അതായത് അധികാര ദുർവിനിയോഗത്തിൻ്റെ അങ്ങേയറ്റം. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ഭരണതലത്തിലുണ്ടാകുന്ന രാഷ്ട്രീയ ഇടപെടൽ അത് പുതിയ വാർത്തയല്ല, പല തവണയും ഇത് വലിയൊരു വാർത്തയായിരിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം പ്രാദേശിക തലത്തിൽ പോലും, വില്ലേജ് ഓഫീസർമാരുടെ നിയമനത്തിൽ പോലും അല്ലെങ്കിൽ സ്ഥലം മാറ്റത്തിൽ പോലും ഇത്ര വലിയ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നത് നമ്മുടെ സംവിധാനത്തിന് വലിയ പേരുദോഷമാണ്, വലിയ നാണക്കേടാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ, ഭരണം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഇച്ഛയ്ക്കനുസരിച്ച് നിന്നില്ലെങ്കിൽ നിങ്ങളെ കൃത്യമായി സ്ഥലം മാറ്റും എന്നുള്ള ഒരു വലിയ സന്ദേശം കൂടി നൽകുക എന്നതാണ് ഇതിലൂടെ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ശുപാർശയിൽ വില്ലേജ് ഓഫീസർമാരെ സ്ഥലം മാറ്റിയ ഡെപ്യൂട്ടി കളക്ടറുടെ നടപടി ചട്ടവിരുദ്ധമെന്ന ആരോപണം ശക്തമാകുന്നു. NGO സംഘം രംഗത്തെത്തിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങൂർ. ആശമാർക്ക് തനത് ഫണ്ടിൽ നിന്നും ഓണറേറിയം നൽകുന്നതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കുരുക്കായി പിണറായി സർക്കാർ. പദ്ധതിക്ക് അംഗീകാരം നൽകാതെ പ്രതികാര നടപടി സ്വീകരിക്കുകയാണ് ജില്ലാ ആസൂത്രണ സമിതി. അതേസമയം നടപടിക്കെതിരെ അപ്പീലുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രംഗത്തെത്തി. വർദ്ധിപ്പിച്ച ഓണറേറിയം ആശമാർക്ക് നൽകാൻ നിയമപരമായി ഏതറ്റം വരെയും പോകുമെന്ന് മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് G. മീന ഭവൻ പറഞ്ഞു. ആശാവർക്കർമാർക്ക് മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ അനുവദിച്ച തുക അവരുടെ ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. പ്രതിമാസം 7000 രൂപയാണ് മുത്തോലി ഗ്രാമപഞ്ചായത്ത് ആശാവർക്കർമാർക്ക് അനുവദിച്ചിരുന്നത്. അത് മുത്തോലി ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നാണ് നമ്മൾ ആ തുക അനുവദിച്ചത്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, DPCയിൽ ഈ പ്രോജക്റ്റ് അവർ റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇത് സർക്കാർ അവരോട് കാണിക്കുന്ന വലിയൊരു ക്രൂരതയാണ് ആശാവർക്കർമാരോട് കാണിക്കുന്നത്. പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് ഒരു ധനനഷ്ടവും കൂടാതെയാണ് പഞ്ചായത്ത് ഈ തുക നൽകുന്നത്. എന്തായാലും അവർക്ക് അർഹതപ്പെട്ട പണം ആണ് ഞങ്ങൾ കൊടുക്കുവാൻ തീരുമാനിച്ചത്. ഞങ്ങൾ ഈ തുക നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഏതറ്റം വരെ പോയാലും ഈ തുക ആശാവർക്കർമാരുടെ കയ്യിലെത്തിക്കും. അതിന് ആദ്യപടി എന്ന നിലയിൽ ഞങ്ങൾ അപ്പീലിന് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അർഹതപ്പെട്ട പണം ആശാവർക്കർമാർക്ക് ലഭിക്കുന്നിടം വരെ ഞങ്ങൾ നിയമ പോരാട്ടം നടത്തും, യാതൊരു സംശയവുമില്ല. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ വീണ്ടും ചേരുന്നു. അരുൺ, അതായത് ആശമാരുടെ ദുരിതം തിരിച്ചറിഞ്ഞ ചില പഞ്ചായത്തുകൾ, ചില തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ തനത് ഫണ്ടിൽ നിന്ന് അധികമായി ഓണറേറിയം നൽകാം എന്ന വാക്ക് നൽകുന്നു. അവിടെയും തടസ്സമുണ്ടാക്കുന്നു പിണറായി സർക്കാർ. തീർച്ചയായും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഇത്രയും വേദനയോടെ ഈ കാര്യങ്ങൾ പറയണമെങ്കിൽ ആ വിഷയത്തിൻ്റെ വ്യാപ്തി നമുക്കറിയാം. ഈ ആശമാരുടെ സമരം സമൂഹത്തിൻ്റെ ഒന്നാകെ കണ്ണു തുറപ്പിച്ച ഒരു സമരമാണ്. പക്ഷേ സർക്കാർ ഇതിലൂടെ മുഖം തിരിച്ചു നിൽക്കുന്ന കാഴ്ചകൾ, അവരെ ദ്രോഹിക്കുന്ന നടപടികൾ, അത് നമ്മൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അർഹമായ ആനുകൂല്യം അല്ലെങ്കിൽ അർഹമായ ശമ്പളം, അർഹമായ ഓണറേറിയം, ഇതിനു വേണ്ടി തെരുവിലിറങ്ങി സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 100 ദിവസത്തോളമാകുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ, ഈ സ്ത്രീകൾ ഇങ്ങനെ സമരം നടത്തിയിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ ഇതുവരെയും കണ്ണു തുറക്കാത്തതെന്നുള്ളൊരു വലിയ ചോദ്യമാണ്. പക്ഷേ ആ ചോദ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുക തന്നെയാണ് സർക്കാർ. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് BJP അടക്കം ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഇത്തരത്തിൽ ചില നിലപാടുകൾ എടുത്തത്. ആശമാർക്ക് കൈത്താങ്ങാകുന്ന, അവർക്ക് കരുത്താകുന്ന, അവർക്ക് കരുതലാകുന്ന തീരുമാനങ്ങളുമായി BJP ഭരിക്കുന്ന പഞ്ചായത്തുകൾ അടക്കം മുന്നോട്ട് പോയത്. പക്ഷേ ഇതിന് വീണ്ടും വിലങ്ങുതടിയിട്ട് ആശമാരോടുള്ള ക്രൂരത, അവരോടുള്ള സമീപനം കൃത്യമായി തന്നെ വീണ്ടും ആവർത്തിക്കുക
വരികയാണ്. സർക്കാർ നിലവിൽ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം ഇതിനുള്ള തുക വകയിരുത്തി പഞ്ചായത്തുകളുടെ തനത് ഫണ്ടിൽ നിന്നാണ് ഈ തുക വകയിരുത്തിയിരിക്കുന്നത്. മുത്തോലി പഞ്ചായത്തിലാണെങ്കിൽ ഒരു മാസം 7,000 രൂപയാണ് ഒരു ആശാ വർക്കർക്ക് നൽകാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇതിന് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകുന്നില്ല. അതൊരു പ്രതികാര നടപടിയുടെ ഭാഗമായി തന്നെയെന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും. എന്തുകൊണ്ടാണ് ഇത്തരമൊരു നടപടി എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ള മറുപടിയുമില്ല. സർക്കാരിൻ്റെ സമ്മർദ്ദം, അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതുമാത്രമാണ് ഇതിലുള്ള ഒരു കാരണം സർക്കാർ ഈ ആശമാരുടെ കാര്യത്തിൽ ഇടപെടുന്ന രീതി, അവരുടെ ഒരു ക്രൂരത, അത് കൃത്യമായി തന്നെ പൊതുസമൂഹം വലിയ ചർച്ചയാക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കൈത്താങ്ങ് നൽകിയ പഞ്ചായത്തുകൾക്കെതിരെ കൂടി ഇപ്പോൾ സർക്കാർ തിരിയുകയാണ്. അല്ലെങ്കിൽ മറ്റു പ്രൊജക്റ്റുകൾ കൂടി റദ്ദാക്കുമെന്നുള്ള ഒരു ഭീഷണി കൂടി ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തെ നിയമപരമായി തന്നെ നേരിടാനാണ് പഞ്ചായത്തുകളുടെ തീരുമാനം. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ജില്ലാ ആസൂത്രണ സമിതിയുടെ തീരുമാനത്തിനെതിരെ അപ്പീൽ പോയിരിക്കുകയാണ് മുത്തോലി പഞ്ചായത്ത്. എന്തായാലും വരും ദിവസങ്ങളിലും കൃത്യമായ നിലപാടുമായി മുന്നോട്ട് പോകും. എന്തായാലും രഞ്ജിത്തിൻ്റെ വാക്കുകൾ തന്നെ വ്യക്തമാണ്. പ്രഖ്യാപിച്ച തുകയാണ്, അത് ആശമാരുടെ കയ്യിലെത്താൻ ഏത് തരത്തിലുള്ള നടപടികളും സ്വീകരിക്കും. അത് എത്ര കാലതാമസം ഉണ്ടായാലും അത് കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് പ്രഖ്യാപിച്ച പണം ആശമാരുടെ കയ്യിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. അത് ഏതറ്റം വരെ പോകണമെങ്കിലും, നിയമപരമായി ഏതറ്റം വരെ പോകണമെങ്കിലും അത് കൃത്യമായി ഇടപെടൽ നടത്തി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കിയിരുന്നത്. ഇത് മുത്തോലി പഞ്ചായത്തിലെ മാത്രമല്ല, ഇത്തരത്തിൽ ആനുകൂല്യം പ്രഖ്യാപിച്ച എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഒരു വലിയ കുരുക്ക് തന്നെയാണ് ഈ ഒരു സർക്കാരിൻ്റെ നടപടി. എന്തിനാണ് ഇത്ര വലിയ ഒരു ദ്രോഹം? സർക്കാരിനെ സംബന്ധിച്ചോളം ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓൺ ഫണ്ട്, അതായത് അവരുടെ സ്വന്തം ഫണ്ടിൽ നിന്നാണ് ഇത്തരത്തിലുള്ള തുക ചിലവഴിക്കുന്നത്. എന്നിട്ടും എന്തിനാണ് ഇത്തരം ഒരു ക്രൂരത എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് സർക്കാരിന് മുന്നിലേക്ക് ഇവർ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. കൃഷ്ണരാജ, തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കാമെന്ന് വെച്ചാൽ അവിടെയും തടയിടുന്നു പിണറായി സർക്കാർ. ആശമാരോട് എന്താണ് ഇത്ര അനിഷ്ടം എന്ന് ഇനിയും മനസ്സിലാകുന്നില്ല. ഒരു കാലത്ത് കോവിഡ് സമയത്ത് സർക്കാരിൻ്റെ പ്രചാരകരായി വീടാന്തരം കയറിയിരുന്ന പാവപ്പെട്ടവരാണവർ. അതാരും മറക്കരുത്. അതുമാത്രമല്ല, രണ്ടാമതൊരു സർക്കാർ തുടർഭരണം എന്ന പേരിൽ വന്നുവെങ്കിൽ അതാരുടെ മികവായിരുന്നു, എന്തിൻ്റെ പേരിലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങു. കൊല്ലം കുളത്തൂപ്പുഴയിൽ ഫയർ സ്റ്റേഷൻ വേണമെന്നുള്ള ആവശ്യം ശക്തം. വനവും എണ്ണപ്പനകളും ഒക്കെ നിരവധിയുള്ള പ്രദേശത്ത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തീപിടുത്തം വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഈ സമയം കിലോമീറ്ററുകൾ താണ്ടി വേണം അഗ്നിശമന സേനയ്ക്ക് ഇവിടേക്കെത്താൻ. കാലങ്ങളായി കുളത്തൂപ്പുഴയിലെ ജനങ്ങളുടെ ആവശ്യമാണ് ഒരു ഫയർ സ്റ്റേഷൻ. പ്രദേശത്ത് തീപിടുത്തമുണ്ടായാൽ എല്ലാം കഴിഞ്ഞിട്ടാകും കിലോമീറ്ററുകൾ താണ്ടി കടക്കലിൽ നിന്നോ പുനലൂരിൽ നിന്നോ അഗ്നിശമന സേന എത്തുക. മാസങ്ങൾക്ക് മുൻപാണ് കുളത്തൂപ്പുഴയിലെ എണ്ണപ്പനത്തോട്ടത്തിൽ തീപിടുത്തമുണ്ടായത്. വലിയ രീതിയിൽ എണ്ണപ്പനകൾ കത്തി നശിച്ചു. എസ്റ്റേറ്റിന് വലിയ നഷ്ടമുണ്ടായി. വനത്താൽ ചുറ്റപ്പെട്ട മേഖലയിൽ അടിക്കടി തീപിടുത്തമുണ്ടാകും. എന്നാൽ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള സംവിധാനങ്ങളില്ലാത്തതിനാൽ ജനങ്ങളും പൊറുതിമുട്ടി. ഫയർ സ്റ്റേഷൻ വേണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചു. ഞങ്ങളുടെ ഓമന പീഡികയെ സംരക്ഷിക്കൂ, 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 സംരക്ഷിക്കൂ സർക്കാരെ, സംരക്ഷിക്കൂ സർക്കാരെ. നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ പറയുന്നത് ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ ആവശ്യമാണെന്ന്. ഈ ഫയർ സ്റ്റേഷനുമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ കാലാകാലങ്ങളിൽ ഇവിടെ വന്നിട്ടുള്ള MLA-മാരോടും ഇവിടുത്തെ ജനപ്രതിനിധികളോടും ഇവിടെ പഞ്ചായത്തിനോടും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ രേഖകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇതൊക്കെയും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യവും നടത്താതെ ഇവിടെ ജനങ്ങളെ, വ്യാപാരികളെ ദ്രോഹിക്കുന്ന ഒരു സമീപനവുമായിട്ടാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. കാലങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യം രാഷ്ട്രീയക്കാർ കാരണം നടപ്പിലാകുന്നില്ല എന്നാണ് പരാതി. മാറി മാറി വന്ന സർക്കാരുകൾക്ക് ജനങ്ങൾ പലതവണ നിവേദനം നൽകി. 2017-18 കാലത്ത് ഫയർ സ്റ്റേഷനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് അത് നടപ്പിലായില്ല. ഇനിയും ഇങ്ങനെ മുന്നോട്ടു പോയാൽ വേനൽക്കാലത്ത് വലിയ അപകടമുണ്ടാകുമെന്നതാണ് നാട്ടുകാരുടെ ആശങ്ക. ജനം, കൊല്ലം.
കോഴിക്കോട് പന്നിയങ്കരയിൽ കല്യാണ വീട്ടിൽ സംഘർഷത്തിൽ ഒരാൾക്ക് പരുക്കേറ്റു. ഇൻസാഫ് എന്ന യുവാവിനാണ് പരുക്കേറ്റത്. ഇൻസാഫിനെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദിസ്ന ഒപ്പം ചേരുന്നു. ദിസ്ന, എന്താണ് സംഭവിച്ചത്? കൃഷ്ണരാജ്, ഇന്നലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. പന്നിയങ്കരയിൽ കല്യാണ വീട്ടിലാണ് സംഘർഷം ഉണ്ടായത്. ഇയാൾ മദ്യലഹരിയിലാണെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ചക്കംകടവ് സ്വദേശി മുകിലാണ് ആക്രമിച്ചത്. ഇൻസാഫ് എന്ന യുവാവിനാണ് പരിക്കേറ്റത്. ഈ ഇൻസാഫിനെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് അവിടെ മദ്യം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമായത് എന്ന ഒരു കാര്യമാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൃഷ്ണരാജ്, കോഴിക്കോട് പന്നിയങ്കരയിൽ കല്യാണ വീട്ടിൽ സംഘർഷം, യുവാവിന് പരിക്കേറ്റു. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്. മറ്റു വാർത്തകളിലേക്ക് പോകാം. കൊച്ചി കോർപ്പറേഷനിലെ കൈക്കൂലിക്കാരായ മറ്റുദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ വിജിലൻസിന് കൈമാറി അറസ്റ്റിലായ സ്വപ്ന. കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർമാരിലും ഹെൽത്ത് ഇൻസ്പെക്ടർമാരിലും നിരവധി കൈക്കൂലിക്കാരുണ്ടെന്നാണ് സ്വപ്നയുടെ മൊഴി. സ്വപ്നയുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് വിജിലൻസ്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, അങ്ങനെ ഇപ്പം ഞാൻ മാത്രം അകത്ത് പോകേണ്ട, കൂടെ കൈക്കൂലി വാങ്ങിയിരുന്നവരും പിടിയിലാകട്ടെ, ഏറ്റവും കുറച്ച് കൈക്കൂലി വാങ്ങുന്നത് ഞാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് സ്വപ്ന. ഏതായാലും അഴിമതിയുടെ വലിയൊരു കഥ പുറത്തു വരും, അതുറപ്പാണ് അല്ലേ? കൃഷ്ണ, കൊച്ചി കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് നമുക്കറിയാം വ്യാവസായിക നഗരം കൂടിയാണ് കൊച്ചി. ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ വിവിധ കാര്യങ്ങൾക്കുള്ള കോർപ്പറേഷനിൽ നിന്നുള്ള അനുമതി, ആ അനുമതി നേടിയെടുക്കുന്നതിന് കൈക്കൂലി നൽകണം, അത് നിർബന്ധമാണ് എന്ന ഒരു സാഹചര്യം തന്നെയാണ് കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ വൈറ്റ് ലൈനിൽ നിർമ്മാണം നടത്തി അതിൻ്റെ പെർമിറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ഒരു നിലയ്ക്ക് 5000 രൂപ എന്ന കണക്കിന് കൈക്കൂലി ചോദിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പ്രിയ പിടിയിലാവുന്നത്. ഇതിൻ്റെ തുടർ നടപടി എന്ന നിലയിലുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ഈ ചോദ്യം ചെയ്യലിൽ താൻ മാത്രമല്ല കൈക്കൂലി വാങ്ങുന്നത്, തന്നേക്കാൾ കൂടുതൽ തുക മാസം സമ്പാദിക്കുന്ന നിരവധി ഉദ്യോഗസ്ഥരുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രിയ അന്വേഷണ സംഘത്തിന് മൊഴി നൽകുന്നത്. അത്തരത്തിൽ വിജിലൻസ് ഇപ്പോൾ അത്തരം ആൾക്കാരിലേക്ക് കൂടി അന്വേഷണം നീട്ടുകയാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെ പ്രിയയുടെ സ്വത്ത് സമ്പാദനം സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. പ്രിയ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബിൽഡിംഗ് ഇൻസ്പെക്ടർമാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും അടക്കമുള്ളവർ വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നുണ്ട് എന്നതാണ്. അതിൽ ആ വിവരം നൽകുമ്പോൾ അത് പരിശോധിക്കുമ്പോൾ വിജിലൻസിൻ്റെ തന്നെ സംശയ ദൃഷ്ടിയിലുള്ള അല്ലെങ്കിൽ അത്തരം സംശയത്തിൻ്റെ നിരീക്ഷണത്തിൽ ഉള്ള ആ പട്ടികയിൽ പെടുന്നവർ തന്നെയാണ് പ്രിയ നൽകിയിരിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജിലൻസ് അവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് അറിയുന്നത്. ഇപ്പോൾ പ്രിയ നൽകിയിട്ടുള്ള ബിൽഡിംഗ് പെർമിറ്റുകളെല്ലാം തന്നെ വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ അനധികൃതമായി ഇല്ലെങ്കിൽ നിയമപരമായി നൽകാൻ പാടില്ലാത്തവർക്ക് നൽകിയിട്ടുണ്ടോ എന്നതടക്കമാണ് പരിശോധിക്കുന്നത്. ആ രീതിയിലുള്ള പരിശോധനയ്ക്കും കൂടി ശേഷം മാത്രമാകും കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുക എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പ്രിയയുടെ ഉടമസ്ഥതയിലുള്ള വീടിലും ഭർത്താവിൻ്റെ വീടിലുമെല്ലാം തന്നെ പരിശോധനകൾ നടന്നിരുന്നു. ഇതിൻ്റെ എല്ലാം കൂടി അടിസ്ഥാനത്തിൽ കൃത്യമായും ഈ പ്രിയയെ പൂർണ്ണമായും പൂട്ടാനുള്ള പഴുതുകൾ അടച്ചുള്ള തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. കൃഷ്ണരാജ്, സ്വപ്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ്. സ്ഥിരമായി കൈക്കൂലി വാങ്ങുന്ന ആൾക്കാർ വേറെയുമുണ്ട്, അവരെ കൂടി പിടിക്കൂ എന്ന് മൊഴി നൽകുന്നു. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ലൂപ്പ് ലൈനുകളുടെ നിലവാരം വർദ്ധിപ്പിക്കാനൊരുങ്ങുകയാണ് റെയിൽവേ. ഇതോടെ ട്രെയിനുകളുടെ വേഗത വർദ്ധിക്കും. റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, എന്താണ് തീരുമാനങ്ങൾ? കൃഷ്ണരാജ്, സംസ്ഥാനത്ത് റെയിൽവേ പാളങ്ങളിലെ ലൂപ്പ് ലൈനുകളുടെ നിലവാരം വർദ്ധിപ്പിക്കാനാണ് റെയിൽവേ ഒരുങ്ങുന്നത്. അത് ഇന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന തിരുവനന്തപുരം ഡിവിഷണൽ യോഗത്തിലാണ് ആ തീരുമാനം ഉണ്ടായത്. നടപ്പ് സാമ്പത്തിക വർഷത്തെ ലക്ഷ്യങ്ങളടക്കം നിശ്ചയിക്കാൻ ചേർന്ന ഡിവിഷണൽ യോഗമായിരുന്നു അത്. നിലവിലിപ്പോൾ ഓരോ ലൂപ്പ് ലൈനുകളിൽ നിന്ന് മാറുന്നിടത്തേക്ക് 30 കിലോമീറ്റർ വേഗതയിലാണ് ട്രെയിനിന് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. ഇത് ശരാശരി വേഗതയിൽ നിന്നും ഉയർത്താനായിട്ടാണ് തീരുമാനം. 31 സ്റ്റേഷനുകളിലേക്ക് ഇത്തരത്തിൽ ലൂപ്പ് ലൈനുകളുടെ വേഗത വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ 30 കിലോമീറ്റർ വേഗത വർദ്ധിപ്പിച്ചാൽ കൂടുതൽ സമയലാഭം ഉണ്ടാകുമെന്നും യോഗത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ മെയിൻ ലൈനിൽ നിന്നും ലൂപ്പ് ലൈനുകളിലേക്ക് ട്രെയിനുകളെ കടത്തിവിടുന്ന നിലവിലെ സ്വിച്ചുകൾ
മാറ്റിയിട്ട് തിക്ക് സ്വിച്ചുകളാക്കും. അങ്ങനെയെങ്കിൽ ഈ വേഗത വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിൽ മെയിൻ ലൈനിൽ നിന്ന് ഈ ലൂപ്പ് ലൈനുകളിലേക്ക് ട്രെയിനുകൾ കടക്കുന്ന സമയത്ത് അതിൻ്റെ വേഗതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ 30 കിലോമീറ്റർ എന്നുള്ളത് ഒരു 40 കിലോമീറ്ററോ അത്രയും വേഗതയിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ റെയിൽവേ പാതകളുടെ നിലവാരം വർദ്ധിപ്പിച്ചുകൊണ്ട് വേഗത വർദ്ധിപ്പിച്ചുകൊണ്ട് ഇത് കുറച്ചുകൂടി കാര്യക്ഷമമായി നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് ഉള്ളത്. കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഇത്തരത്തിൽ റെയിൽവേ ലൂപ്പ് ലൈനുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതും ആയിട്ടുള്ള ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുവെങ്കിലും അത് സാമ്പത്തിക നഷ്ടവും പലതും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കുകയായിരുന്നു. എന്തായാലും ഈ നടപ്പ് സാമ്പത്തിക വർഷം ഇത് പരിഹരിച്ചുകൊണ്ട് ലൂപ്പ് ലൈനുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിച്ച് ഈ 31 സ്റ്റേഷനുകളിലെ ലൂപ്പ് ലൈനുകളുടെ വേഗത വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ നിലവിൽ യോഗത്തിൽ ആയിട്ടുള്ളത്. കൂടാതെ തന്നെ ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിഗ്നലും റെയിലുകൾക്ക് 60 കിലോഗ്രാം വിഭാഗത്തിലേക്കുള്ള പുതുക്കൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളോടൊപ്പം റെയിൽവേ പാതകളുടെ നിലവാരം ഉയർത്തുവാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. കൃഷ്ണരാജ്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആലുവ അദ്വൈതാശ്രമത്തിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആലുവ അദ്വൈതാശ്രമത്തിലെത്തി പുഷ്പാർച്ചന നടത്തി മടങ്ങാനൊരുങ്ങുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വരുന്നുണ്ട് സുധീഷ് ഗോപാൽ. വികസിത കേരളം പരിപാടിയുടെ ഭാഗമായാകും ഈ സന്ദർശനമൊക്കെയും അല്ലേ? അങ്ങനെ തന്നെയാണ്. ഇന്നലെയും എറണാകുളം സിറ്റി ജില്ലാ വികസിത കേരളം ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് അതിന്റെ തുടർച്ചയായി നോർത്ത് കൺവെൻഷനും ഈസ്റ്റ് കൺവെൻഷനും നടത്തുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇന്ന് ഇവിടെ അദ്വൈതാശ്രമത്തിൽ എത്തിയിട്ടുള്ളത്. ഇവിടെ 8:15 എത്തി ഗുരുദേവന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി ഇവിടുത്തെ മഠാധിപതിയുമായും ആശയവിനിമയം നടത്തുകയാണ്. അതിനുശേഷം RSS മുൻ പ്രാന്ത സംഘചാലക് TV മേനോന്റെ വസതിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിക്കും. അതിനുശേഷം BJP ജില്ലാ നേതൃയോഗം തുടർന്ന് 10 മണിക്കാണ് വികസിത കേരളം ജില്ലാ കൺവെൻഷൻ എറണാകുളം നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നു. അതിന്റെ ഉദ്ഘാടനവും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിർവഹിക്കും. വലിയ ജനപങ്കാളിത്തം നടന്ന പരിപാടിയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ അതിന് സമാനമായി തന്നെ ഇന്നും വലിയ ഒരു ജനപങ്കാളിത്തത്തോടു കൂടി തന്നെയാവും കൺവെൻഷൻ സംഘടിപ്പിക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാവും BJPയുടെ വികസന കാഴ്ചപ്പാടെന്നത് സംബന്ധിച്ചും അതിൽ ഓരോ പ്രവർത്തകരുടെയും അഭിപ്രായം കൂടി സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരം ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. ഇന്നലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ വാക്കുകൾ ഏറെ സ്വീകാര്യത നേടുന്നതായിരുന്നു. താൻ നേതാവാകാനല്ല വന്നത്, നേതാവായുമല്ല വന്നത്, ഒരു പ്രവർത്തകനായി എത്തുകയും അതോടൊപ്പം തന്നെ BJP അധികാരത്തിലേറ്റുന്ന തരത്തിൽ കേരളത്തിന്റെ വികസന സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ അതിന് നേതൃത്വം നൽകാൻ കഴിവുള്ളവരെ നേതാക്കന്മാരാക്കാനാണ് താൻ വന്നതെന്ന വാക്കുകളോടെയായിരുന്നു
രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ പങ്കുവച്ചത്. അതിൽ UDF-ഉം LDF-ഉം കേരളത്തെ എത്രത്തോളം പിന്നോട്ട്. വികസിത കേരളം പരിപാടിയുടെ ഭാഗമായി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വിവിധ ആധ്യാത്മിക നേതാക്കളെ അടക്കം സന്ദർശിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ആലുവയിൽ അദ്ദേഹമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ. കുടകിൽ മലയാളി വ്യവസായി കൊല്ലപ്പെട്ട സംഭവത്തിൽ കർണാടക സ്വദേശികളായ 5 പേർ അറസ്റ്റിൽ. പ്രതികളിൽ നിന്ന് കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച 2 ബൈക്ക്, 13 ലക്ഷം രൂപ, കൊല്ലപ്പെട്ട പ്രദീപിൻ്റേതടക്കം 3 മൊബൈൽ ഫോണുകൾ, പ്രദീപിൻ്റെ സ്വത്തുക്കളുടെ രേഖകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു. പണം തട്ടിയെടുക്കുന്നതിനായാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. കഴിഞ്ഞ മാസം 23-നാണ് പ്രദീപിനെ കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ, ഒരു കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നു അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. ഇക്കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് കണ്ണൂർ സ്വദേശിയായ പ്രദീപ് കൊയ്ലി എന്ന വ്യവസായിയെ ഷെട്ടിഗേരി എന്ന് പറയുന്ന സ്ഥലത്തെ സ്വന്തം കാപ്പിത്തോട്ടത്തിലെ ഫാം ഹൗസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ കോണിക്കുപ്പ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ പ്രതികളെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. കർണാടക പൊന്നമ്പേട്ട മുകുട്ടേരിയിലെ അനിൽ, ദീപു, അതുപോലെ തന്നെ സ്റ്റീഫൻ ഡിസൂസ, കാർത്തിക്, TS ഹരീഷ് എന്നിവരെയാണ് പിടികൂടിയത്. ഈ പിടികൂടിയ പ്രതികൾക്ക് ബിസിനസ് നടത്താനായി പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പ്രദീപിനെ കൊലപ്പെടുത്തിയതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇവരിൽ നിന്ന് കുറ്റകൃത്യത്തിൽ ഉപയോഗിച്ച 2 ബൈക്ക്, 13 ലക്ഷം രൂപ, കൊല്ലപ്പെട്ട പ്രദീപിന്റെ അടക്കം 3 മൊബൈൽ ഫോൺ, അതുകൂടാതെ പ്രദീപിന്റെ സ്വത്തുക്കളുടെ രേഖകൾ എന്നിവ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതായത് ഈ പ്രദീപ് വിവാഹം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സ്വത്തുക്കളുണ്ട്. ആ സ്വത്തുക്കൾ തട്ടിയെടുത്താൽ തങ്ങളുടെ ബിസിനസ്സിന് സഹായകമാകുമെന്ന് കണ്ടാണ് ഈ പ്രതികൾ സംഘം ചേർന്ന് പ്രദീപിനെ കൊലപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ ഫാമിൽ നിന്ന് പണവും സ്വത്തുക്കളുടെ രേഖയും അടക്കം കവരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതികളെ പോലീസിനെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൃഷ്ണരാജ്, കുടകിൽ മലയാളി വ്യവസായി കൊല്ലപ്പെട്ട സംഭവത്തിൽ കർണാടക സ്വദേശികളായ 5 പേർ അറസ്റ്റിലായി. പ്രതികളിൽ നിന്ന് കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ബൈക്കടക്കം പണവും കൊല്ലപ്പെട്ടയാളുടെ മൊബൈൽ ഫോണും സ്വത്തുക്കളുടെ രേഖകളുമൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഭാരതത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറെ മാറ്റി കേന്ദ്ര സർക്കാർ. കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യനെയാണ് 6 മാസം ബാക്കിയിരിക്കെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. 2022 നവംബറിലാണ് അദ്ദേഹം നിയമിതനായത്. ഏപ്രിൽ 30 മുതൽ K. സുബ്രഹ്മണ്യനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയതായി ക്യാബിനറ്റ് നിയമന കമ്മിറ്റി അറിയിച്ചു. പാകിസ്ഥാനുമായുള്ള ധനസഹായം നിർത്തുന്നതിൽ IMF ബോർഡ് ചർച്ച ചെയ്യാനിരിക്കെയാണ് മാറ്റം. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം വീണ്ടും സജീവമാവുകയാണ്. മുന്നണികൾ അരയും തലയും മുറുക്കി രംഗത്തേക്കിറങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് വൈകാതെ നടക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചതോടെയാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി മുന്നണികൾ വീണ്ടും കളം നിറയുന്നത്. രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വൈകുന്നത് മുന്നണികളുടെ പ്രചാരണത്തെയും പുറകോട്ട് അടുപ്പിച്ചിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് അധികം വൈകാതെ നടക്കാനാണ് സാധ്യതയെന്ന ജില്ലാ കളക്ടർ VR വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതോടെ മുന്നണികൾ ഉണർന്നു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും രാഷ്ട്രീയ പിന്തുണയും വീണ്ടും സജീവം. 408 ബാലറ്റ് യൂണിറ്റുകളും 408 കൺട്രോൾ യൂണിറ്റുകളും 408 VVPATകളും വേണമെന്നായിരുന്നു റിസർവ് അടക്കം. അതിനുശേഷമാണ് 59 കൂടുതലായിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകൾ വേണമെന്ന് തീരുമാനിച്ചു. അത് സംബന്ധിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. സ്വന്തമായി സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൺവെൻഷനുമായി നിലമ്പൂരിൽ പ്രചാരണം ആരംഭിച്ചു. അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പുതുതായി 20,803 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. 408 ബാലറ്റ് യൂണിറ്റുകളുടെയും 408 കൺട്രോൾ യൂണിറ്റുകളുടെയും 408 VVPAT യൂണിറ്റുകളുടെയും പരിശോധന പൂർത്തീകരിച്ചു. ജനം, മലപ്പുറം. വേനൽ മഴയിൽ ദുരിതത്തിലായി കർഷകർ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര മേഖലയിൽ കഴിഞ്ഞ ദിവസത്തെ വേനൽ മഴയെ തുടർന്ന് വ്യാപക കൃഷിനാശമാണ് ഉണ്ടായത്. 20,000 കുലച്ച വാഴകൾ ഉൾപ്പെടെ നശിച്ചതോടെ 30 ലക്ഷത്തിൻ്റെ നഷ്ടമാണ് പ്രദേശത്ത് മഴ ഉണ്ടാക്കിയത്.
തിരുവനന്തപുരം നെയ്യാറ്റിൻകര മേഖലയിലാണ് കഴിഞ്ഞ ദിവസത്തെ വേനൽ മഴയിൽ വ്യാപക കൃഷിനാശം ഉണ്ടായത്. 20,000-ലധികം വാഴകളാണ് ഒടിഞ്ഞു വീണ് നശിച്ചത്. ചെങ്കൽ ഗ്രാമപഞ്ചായത്തിലെ ആറയൂർ പ്രദേശങ്ങളിലാണ് പ്രധാനമായും കൃഷിനാശം ഉണ്ടായത്. കുലച്ചതും കുലയ്ക്കാത്തതുമായ വാഴകൾ ഒരു ദിവസത്തെ കനത്ത മഴയും കാറ്റിലും ഒടിഞ്ഞു. ഏകദേശം 40ഓളം കർഷകരുടെ അധ്വാനമാണ് മഴയിൽ നശിച്ചത്. 30 ലക്ഷത്തിന് നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നു. ഓണവിപണി ലക്ഷ്യമിട്ടാണ് കർഷകർ കൃഷി ചെയ്തത്. 4 മാസം വരെ കാത്തിരുന്ന് കൃഷി ചെയ്തവർക്കാണ് ഒരു ദിവസത്തെ വേനൽ മഴയിൽ എല്ലാം നഷ്ടമായത്. കുലച്ച വാഴകൾ ഒന്നിനും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലും. എന്നാൽ അവ വെട്ടി ഒഴിവാക്കാൻ ആയിരങ്ങൾ ചെലവാക്കണമെന്ന് കർഷകർ പറയുന്നു. കൃഷിനാശം സംഭവിച്ച സംഭവസ്ഥലം ചെങ്കൽ കൃഷി ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കർഷകരായ സനൽകുമാർ, വിൻസെന്റ്, മണിയൻ, രത്നരാജ, സഞ്ജു, ഷൈൻമണി, സ്റ്റീഫൻ തുടങ്ങി നിരവധി കർഷകരാണ് ആറയൂർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ വാഴകൃഷി ചെയ്തിരുന്നത്. ജനം, തിരുവനന്തപുരം. വീണ്ടും തൃശൂർ പൂര വാർത്തകളിലേക്ക്. ജയലക്ഷ്മി സിൽക്സ് കാന്ത ഞാനും വന്നു. ജയലക്ഷ്മി, ഇന്ത്യസ് ഫൈനസ്റ്റ് ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ, പവേർഡ് ബൈ UGS ഗ്രൂപ്പ്. സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. ഇൻ അസോസിയേഷൻ വിത്ത് സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. ധനലക്ഷ്മി ബാങ്ക്, ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോർ എവർ. ഈ പൂരത്തിനൊപ്പം പതിവായി കേൾക്കുന്ന മറ്റൊരു വാക്കുണ്ട്, പുരുഷാരം എന്നത്. എന്നാൽ അതൊക്കെ വ്യത്യസ്തതയിലൂടെ മറികടക്കുകയാണ് ഈസ്റ്റേൺ ഗ്രൂപ്പ്. ആനച്ചന്തവും വാദ്യമേളവും വർണ്ണപ്പകിട്ടാർന്ന കുടമാറ്റവുമായി സാംസ്കാരിക പെരുമ വിളിച്ചോതുന്ന തൃശ്ശൂർ പൂരത്തിൽ ഇത്തവണ പെൺസാന്നിധ്യങ്ങളെ ആദരിക്കുന്ന ഒരു പരിപാടി ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ പേര് പെൺപൂരം എന്നാണ്. പൂരാഘോഷത്തിന് മാറ്റുകൂട്ടുന്ന വനിതകളെ ആദരിക്കാനായി ഈസ്റ്റേൺ ഗ്രൂപ്പ് ഇക്കുറി നടത്തുന്ന പരിപാടിയുടെ പേരാണ് പെൺപൂരം. തികച്ചും വ്യത്യസ്തമായ ഈ പരിപാടി ഏറെ ജനശ്രദ്ധ ആകർഷിക്കുകയാണ്. സ്ത്രീകൾ അധികമായി കടന്നുവരാത്ത കുറുംകുഴൽ വാദനത്തിൽ ശ്രദ്ധേയമായ മികവു കാട്ടുന്ന ഹൃദ്യ കെ സുധീഷിനെ ആദരിക്കുന്നു ഈസ്റ്റേൺ ഗ്രൂപ്പ്. പൂരത്തിന്റെ ഓരോ ചുവടുകളിലും തങ്ങളുടെ കഴിവുകൾ തെളിയിക്കുന്ന സ്ത്രീകളെ ഈ സംരംഭത്തിലൂടെ ആദരിക്കുകയാണ് ഈസ്റ്റേൺ. ഈസ്റ്റേൺ പെൺപൂരം പരിപാടിയുടെ ഭാഗമായി സ്ത്രീകളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് പിന്തുണ നൽകാനും വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടവയാണ് പെൺപൂരം സെൽഫി സ്പോട്ട്, അതുപോലെ സ്ത്രീകൾക്ക് വിശ്രമിക്കാനും പൂരത്തിന്റെ ആഘോഷങ്ങൾ സുരക്ഷിതമായി ആസ്വദിക്കാനും സാധിക്കുന്ന പെൺ ഇടം എന്നിവ. ഇതിന്റെ ഭാഗമായി പൂരനഗരിയിലെ ഈസ്റ്റേൺ പെൺപൂരം പ്രദർശന സ്റ്റാൾ ഈസ്റ്റേൺ AVP സെയിൽസ് ലവ്ലി ബേബിയും പ്രസിദ്ധ കുറുങ്കുഴൽ വാദകയുമായ ഹൃദ്യ കെ സുധീഷും ചേർന്ന് നിർവഹിച്ചു. ആദ്യമൊക്കെ TV-യിൽ പൂരം നമ്മൾ TV-യിൽ മാത്രമല്ല കാണുന്നുള്ളൂ. അപ്പോൾ എല്ലാം ഒരു പുരുഷ മേൽക്കോയ്മയായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത്. ആദ്യമായിട്ടാണ് സ്ത്രീകൾക്കും പൂരം നേരിട്ട് കാണാനും ആസ്വദിക്കാനും പറ്റുന്നത്. അതിന് ഈസ്റ്റേൺ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമാണല്ലോ. ഈ വർഷത്തെ പൂരത്തിൽ കുറുങ്കുഴൽ വാദനത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിച്ച ഹൃദ്യ കെ സുധീഷിന്റെ ജീവിതയാത്രയെ ആസ്പദമാക്കി ഈസ്റ്റേൺ നിർമ്മിച്ച ഹൃദ്യമായ ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. ഹൃദ്യയുടെ ജീവിതം ഈസ്റ്റേൺ പെൺപൂരം എന്ന ആശയത്തിന് ഏറ്റവും ഉചിതമായ ഉദാഹരണമാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ സ്ത്രീകൾ തൃശൂർ പൂരം പോലുള്ള സാംസ്കാരികോത്സവങ്ങളിൽ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഇത് പ്രചോദനമായേക്കുമെന്ന് കരുതപ്പെടുന്നുവെന്ന് ഈസ്റ്റേൺ CEO ഗിരീഷ് നായർ അഭിപ്രായപ്പെട്ടു. 4 പതിറ്റാണ്ടിലേറെയായി കേരള തനിമയും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുന്നതിനും അതിന് ജീവൻ നൽകുന്ന വ്യക്തികളെയും പ്രത്യേകിച്ച് സ്ത്രീകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈസ്റ്റേൺ എന്നും പ്രതിജ്ഞാബദ്ധരാണെന്നും ഗിരീഷ് നായർ കൂട്ടിച്ചേർത്തു. ജനം, തൃശൂർ. പാട്ടും ഡാൻസുമൊക്കെയായി വൈറലായ ഒരു യാത്രയയപ്പ്. സർവീസിൽ നിന്ന് വിരമിച്ച കണ്ണൂർ അഴീക്കോട് KSEB ഓവർസിയർ ഹാഷിമിനെയാണ് സഹപ്രവർത്തകർ ഹാപ്പിയാക്കി യാത്രയയപ്പ് നൽകിയത്. പാട്ടും ഡാൻസുമൊക്കെയുള്ള യാത്രയയപ്പ് വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആണ്. അഴീക്കോട് സബ്സ്റ്റേഷനിലെ ഓവർസിയറായിരുന്ന KP ഹാഷിമിന് മറ്റാർക്കും ലഭിക്കാത്ത യാത്രയയപ്പാണ് സഹപ്രവർത്തകരിൽ നിന്ന് ലഭിച്ചത്. 28 വർഷത്തെ സർവീസിനു ശേഷം വിരമിച്ച ഹാഷിമിന് സഹപ്രവർത്തകർ നൽകിയത് എന്നും മനസ്സിലോർത്തിരിക്കുന്ന യാത്രയയപ്പായിരുന്നു. ഉപഹാരം നൽകിയും കേക്ക് മുറിച്ചും ഓഫീസിൽ ആഘോഷം നടന്നു. എന്നാൽ അവിടം കൊണ്ട് മാത്രം നിന്നില്ല. ഓഫീസിൽ നിന്ന് വീട്ടിലേക്കുള്ള ഹാഷിമിൻ്റെ മടക്കയാത്ര തനിച്ചായിരുന്നില്ല.
പ്രിയപ്പെട്ട സാറിനെ വീട്ടിൽ കൊണ്ടുവിടാൻ സഹപ്രവർത്തകരും കൂടെ പോയി. വെറുതെ അങ്ങ് കൂടെ പോയതല്ല, പാട്ടുപാടിയും നൃത്തം ചെയ്തുമാണ് വീട്ടിലേക്ക് പോയത്. നാടുവാഴികൾ സിനിമയിലെ ഈ ഗാനം ആലപിച്ചത് അഴീക്കോട് സബ് സ്റ്റേഷനിലെ ജീവനക്കാരൻ ടി സത്യനാണ്. ഓവർസിയർ ആകുന്നതിന് മുൻപ് 8 വർഷം അഴീക്കോട് സബ് സ്റ്റേഷനിലെ ലൈൻമാനായിരുന്നു ഹാഷിം. എന്നാൽ സർവീസിൻ്റെ അവസാന 1.5 വർഷം സ്വന്തം നാടായ അഴീക്കോട് തന്നെയായിരുന്നു. ജനം, കണ്ണൂർ. കണ്ണ് നനയിപ്പിക്കുന്നതും പക്ഷേ സന്തോഷിപ്പിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എത്രമാത്രം ആഘോഷപൂർവ്വമാണ് തങ്ങൾക്കൊപ്പമുള്ള ഒരു സഹപ്രവർത്തകനെ അവർ യാത്രയാക്കുന്നത് എന്ന് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പാലക്കാട് വ്യത്യസ്തമായ പ്രതിഷേധവുമായി BJP. തറക്കല്ലിട്ട് 15 വർഷം കഴിഞ്ഞിട്ടും ഇൻഡോർ സ്റ്റേഡിയം പൂർത്തിയാക്കാത്തതിന് എതിരെയാണ് BJP പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. വിവിധ കായിക മത്സരങ്ങൾ സ്റ്റേഡിയത്തിന് മുന്നിലെ റോഡിൽ നടത്തിക്കൊണ്ടാണ് പ്രതിഷേധം. ഇതിൻ്റെ ഭാഗമായി BJP നേതാവ് C. കൃഷ്ണകുമാർ ഇപ്പോൾ സംസാരിക്കുകയാണ്. തത്സമയം AK ബാലനും MP രാജേഷും പറയട്ടെ, എന്തുകൊണ്ട് 40 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ആ സാംസ്കാരിക നിലയം 1.5 വർഷമായിട്ടും പണി പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കാൻ കഴിയാത്തത്? അതിലും വയലേഷനാണ്. നാഷണൽ ഹൈവേയിലേക്ക് നേരിട്ട എൻട്രൻസ്, നാഷണൽ ഹൈവേയിലേക്ക് ഒരു കാരണവശാലും ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് പാടില്ല, സർവീസ് റോഡിലേക്കേ പാടുള്ളൂ. അവിടെയും അത് വയലേറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ എല്ലാവിധ നിയമങ്ങളും വയലേറ്റ് ചെയ്തുകൊണ്ട് ഒരുവിധ നിയമങ്ങളും അനുസരിക്കാതെ കുറെ കെട്ടിടങ്ങൾ കെട്ടിയിട്ടുകൊണ്ട് അതിൽ കൊള്ളയടിക്കുന്ന അതിന്റെ നിർമ്മാണത്തിന്റെ പേരിൽ കോടികൾ മുക്കുന്ന ഒരു കേന്ദ്രമായിട്ട് പാലക്കാടിനെ 2 മുന്നണികളും മാറ്റിയിരിക്കുക. ഷാഫി പറമ്പിലും AK ബാലനും MP രാജേഷും അടക്കമുള്ള ആളുകൾ ഇതിന് മത്സരമായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം പാലക്കാട് കേരള സർക്കാരിന്റെ ഇതായിട്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾ നിങ്ങൾ നോക്കിക്കോ, ഒന്നും പൂർത്തീകരിക്കപ്പെട്ടില്ല. അത് മെഡിക്കൽ കോളേജായാലും സാംസ്കാരിക നിലയമായാലും ശരി, പാലക്കാട് ടൗൺ ഹാൾ ആയാലും ശരി, അതുപോലെ തന്നെ ഈ ഇൻഡോർ സ്റ്റേഡിയം ആയാലും ശരി, KSRTC സ്റ്റാൻഡ് ആയാലും ശരി, ഇതെല്ലാം പാതി വഴിയിലാണ്. ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് മണ്ഡലം കമ്മിറ്റി ഇത് ഏറ്റെടുത്തുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിന് തയ്യാറെടുത്തിരിക്കുക. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. പാലക്കാട്ടിലെ കായിക പ്രേമികളുടെ, കായിക താരങ്ങളുടെ സ്വപ്നം പൂവണിയുന്നത് വരെ, അവർക്ക് പരിശീലിക്കാനായിട്ടുള്ള ഒരു സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകും. ഈ പ്രക്ഷോഭത്തിന് മുന്നോട്ട് വന്ന പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിക്കും അതിന് നേതൃത്വം നൽകുന്ന ശശികുമാറിനും എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ പ്രതിഷേധ കായിക മത്സരം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാലക്കാട് വ്യത്യസ്തമായ പ്രതിഷേധം നടത്തുകയാണ് BJP. തറക്കല്ലിട്ട് 15 വർഷം കഴിഞ്ഞിട്ടും ഇൻഡോർ സ്റ്റേഡിയം പൂർത്തിയാകാത്തതിനെതിരെ ആ ഇൻഡോർ സ്റ്റേഡിയത്തിന് പുറത്തെ റോഡിൽ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് BJPയുടെ പ്രതിഷേധം. C. കൃഷ്ണകുമാർ BJP നേതാവ് സംസാരിക്കുന്നതാണ് കണ്ടത്. ഈ പരിപാടി കുമ്മനം രാജശേഖരനാവും ഉദ്ഘാടനം ചെയ്യുക. വിവരങ്ങൾ പിന്നാലെ വരും. ഏതായാലും തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. റോബോട്ടുകൾ ആരെയും അമ്പരപ്പിക്കുന്നതും അതിശയിപ്പിക്കുന്നതുമാണ്. ഇടുക്കിയിലെ എൻ്റെ കേരളം പ്രദർശനമേളയിലും കാണികളെ കയ്യിലെടുക്കുന്നത് 2 റോബോട്ടുകളാണ്. സ്റ്റാർട്ടപ്പ് മിഷനാണ് ഈ 2 റോബോട്ടുകളെയും മേളയിൽ എത്തിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ എൻ്റെ കേരളം പ്രദർശനമേളയിൽ റോബോഡോഗാണ് താരം. 4 കാലിൽ നടന്നും എഴുന്നേറ്റ് നിന്നും ചാടിയും ഇഴഞ്ഞുമെല്ലാം കൗതുകം തീർക്കുകയാണ് യുണീക്ക് വൈൽഡ് എന്ന ഈ റോബോട്ട് ഡോഗ്. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ കളിപ്പിച്ചും രസിപ്പിച്ചും ചിന്തിപ്പിച്ചും മേളയിലാകെ റോബോഡോഗ് കറങ്ങി നടക്കുന്നു. കൂടാതെ ഏത് ചോദ്യങ്ങൾക്കും ഉടനെ മറുപടി പറയുന്ന ഐറിസ് എന്ന റോബോട്ടും ശ്രദ്ധേയമാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് കാണികളിലേക്ക് റോബോട്ടിക് എക്സ്പീരിയൻസ് എത്തിക്കുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ എൻ്റെ കേരളം എക്സ്പോ ഏരിയ ആണ്, പവലിയനാണ്.
ഇവിടെ പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രദർശനമാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഒരു ഐറിസ് എന്ന് പറയുന്ന AI ടീച്ചറിൻ്റെ റോബോട്ടാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നത്. അതുകൂടാതെ തന്നെ റോബോട്ടിക് ഡോഗ് എന്ന് പറയുന്ന ഒരു റോബോട്ടിന് കാണാൻ പറ്റും, ഡോഗിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് സാധാരണ ഒരു പട്ടിയെ പോലെ എങ്ങനെയൊക്കെയാണോ അത് പ്രവർത്തിക്കുന്ന ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഡ്രോണിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അഗ്രികൾച്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൃഷി സംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള മരുന്നും കാര്യങ്ങളൊക്കെ പ്രയോഗിക്കാൻ വേണ്ടിയുള്ള ഡ്രോൺ, DGCAയുടെ സർട്ടിഫിക്കേഷൻ ഡ്രോണും ഞങ്ങളുടെ പ്രദർശനത്തിൽ വന്നിട്ടുണ്ട്. അതുകൂടാതെ പലതരത്തിലുള്ള ഇനി വരുന്ന ദിവസങ്ങളിലേക്കും പല രീതിയിലുള്ള സ്റ്റാർട്ടപ്പുകളുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ ഈ സ്റ്റോൾ വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ശബ്ദത്തിലൂടെ വീഡിയോ നിർമ്മാണം, ശബ്ദത്തിലൂടെ ടാക്സി വിളിക്കൽ, AR VR കണ്ണടകൾ, ഗെയിമുകൾ, കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന റോബോട്ട്, മിനി ബോട്ട്, കൃഷി, ഉദ്യാന പരിപാലനം എന്നിവ സാധ്യമാക്കുന്ന IoT സംവിധാനം, AI കാരിക്കേച്ചർ, ഫോട്ടോയിലൂടെ മുഖം തിരിച്ചറിയുന്ന സംവിധാനം തുടങ്ങി ഭാവി ജീവിതത്തിൽ പൊതുജനം നേരിട്ടറിയാൻ പോകുന്ന സാങ്കേതിക വിദ്യകൾ അത്രയും കാണികൾക്കായി ഒരുക്കിയിരിക്കുന്നു. എന്റെ കേരളം പ്രദർശനമേളയിലെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സ്റ്റാളിലെത്തുന്നവർ പുതിയ അറിവുകൾ നേടിയാണ് മടങ്ങുന്നത്. ജനം, ഇടുക്കി. NIDCC സംഘടിപ്പിക്കുന്ന ഇൻഡെക്സ് 2025 ടൈറ്റിൽ സ്പോൺസറായി ICL ഫിൻകോർപ്പ്. അങ്കമാലി അറ്റ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ മെയ് 2 ആരംഭിച്ച എക്സിബിഷൻ നാളെ സമാപിക്കും. നാഷണൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കൗൺസിൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് എക്സിബിഷൻ ഇൻഡെക്സ് 2025 ടൈറ്റിൽ സ്പോൺസറായാണ് ICL ഫിൻകോർപ്പിനെ നിയോഗിച്ചിരിക്കുന്നത്. ICL ഫിൻകോർപ്പിന്റെ സ്ഥിരതയുള്ള പ്രകടനവും വിശ്വാസ്യതയും മൂല്യവുമാണ് ഈ സുപ്രധാന നിയമനത്തിന് പിന്നിലെന്ന് CMD അഡ്വക്കേറ്റ് KG അനിൽകുമാർ പറഞ്ഞു. ഇന്ത്യയിലെമ്പാടുമുള്ള സംസ്ഥാനങ്ങളുടെ ലെൻഡിംഗ് പാർട്ട്ണറായിട്ട് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയിൽ നിന്നും ICL ഫിൻകോർപ്പിനെയാണ് തിരഞ്ഞെടുത്തേക്കുന്നത്. വളരെ അഭിമാനമുണ്ട്. ഒരുപാട് ഇന്ന് നമ്മുടെ നാട്ടിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ പല പദ്ധതികളെക്കുറിച്ചും നമ്മുടെ നാട്ടിൽ നിന്നല്ല വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് വലിയ അറിവുകളൊന്നുമില്ലാതെ ഒരുപാട് പ്രൊജക്റ്റുകൾ ലാപ്സായി പോകുന്ന സ്ഥിതിവിശേഷം കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണ സെൻട്രൽ ഗവൺമെന്റ് അത് NIDC പോലെയുള്ള DCC പോലെയുള്ള ഒരു ഓട്ടോണമസ് ബോഡിയെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ അവയർനെസ് കൊടുത്തുകൊണ്ട് അത്തരം പദ്ധതികൾ അതിനനുവദിച്ചിരിക്കുന്ന ഗ്രാൻറ്റുകളും സബ്സിഡികളും അടക്കം അർഹരായവരുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ഇൻഡെക്സ് 2025 എക്സിബിഷനിലെ മികച്ച സാന്നിധ്യമാകുകയാണ് ICL ഗ്രൂപ്പിന്റെ 2 ലൈൻ ഡിസൈനർ വേൾഡ്. ആഗോളതലത്തിൽ ഈ ബ്രാൻഡിനെ വിപുലീകരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മാനേജിംഗ് ഡയറക്ടർ ഉമ അനിൽകുമാർ പറഞ്ഞു. തുലൈൻ തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലും തൃശ്ശൂർ ടൗണിലുമായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഉണ്ട്. ഇനി കൂടുതൽ ഔട്ട്ലെറ്റുകൾ ഇട്ടുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത് തന്നെ തൃശ്ശൂർ ടൗണിൽ ഒരു വലിയ ഷോറൂമും എറണാകുളത്ത് ഒരു ഷോറൂമുമായിട്ട് ഈ വർഷം തന്നെ ഞങ്ങൾ എത്തുന്നുണ്ട്. ICL ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിഷനുകളൊന്നായ ICL ടൂർസ് ആൻഡ് ട്രാവൽസും എക്സിബിഷനിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. മാറുന്ന കാലത്തിനൊപ്പമുള്ള ആകർഷകമായ ടൂർ പാക്കേജുകളാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ICL ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഓപ്പറേഷൻ ഡയറക്ടർ അമൽജിത്ത് വ്യക്തമാക്കി. UNWTO യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ അഫിലിയേറ്റഡ് മെമ്പറായി ICL ടൂർസ് ആൻഡ് ട്രാവൽസിനെ തിരഞ്ഞെടുത്തു. അതിന്റെ ഭാഗമായി ഞങ്ങൾ ഈ വരുന്ന അധ്യയന വർഷം സൗദി അറേബ്യ, ഒമാൻ, UK, ശ്രീലങ്ക, മലേഷ്യ എന്നീ രാജ്യങ്ങളിലും ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. മെയ് 2 എക്സിബിഷൻ ആരംഭിച്ചത്, 5 സമാപിക്കും. ജനം, കൊച്ചി. ആക്രമണ ഭീഷണി തുടരുകയാണ് പാകിസ്ഥാൻ. സിന്ധു നദീജലം വഴിതിരിച്ചുവിട്ടാൽ ഭാരതം സൈനിക ആക്രമണം നേരിടേണ്ടി വരുമെന്ന് പാക് പ്രധാനമന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നു. ഭാരതത്തിനെതിരെ ആണവായുധങ്ങൾ ഉൾപ്പെടെ പ്രയോഗിക്കുമെന്ന് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസഡർ മുഹമ്മദ് ഖാലിദ് ജമാലിയും പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭാരതം തിരിച്ചടി ശക്തമാക്കിയ സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ തുടർച്ചയായ ഭീഷണി. വിവരങ്ങളുമായി ഐസൻ ജോസ് ഒപ്പം ചേരുന്നു. ഐസൻ, ഇതിനെ ഭീഷണിയായാണോ കാണേണ്ടത്, ഭയം കൊണ്ടുള്ള പ്രതിരോധമായാണോ കാണേണ്ടത്?
തീർച്ചയായും കൃഷ്ണരാജ്, ഇത് ഭയം കൊണ്ടുള്ളൊരു പ്രതിരോധം, ആ പ്രതിരോധത്തിൻ്റെ ഒരു ഓവറായ സംഭാഷണം എന്നതിനപ്പുറം ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല എന്നാണ് പ്രതിരോധ വിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, കടുത്ത രീതിയിലുള്ള പ്രതിരോധം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് 2 തലങ്ങളിലാണ് പ്രതിരോധം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സൈനിക വിന്യാസവും സൈനികമായ തിരിച്ചടിക്കുള്ള നീക്കങ്ങളും ഒരുപോലെ നടത്തുമ്പോൾ തന്നെ നയതന്ത്ര തലത്തിലും ഈ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ വളരെ കൃത്യമായി നടത്തുന്നു എന്നതാണ് ഏറെ ഗൗരവമേറിയ അല്ലെങ്കിൽ ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയം. നമുക്കറിയാവുന്നതാണ്, സൈനികമായ നീക്കങ്ങൾ പലതരത്തിലും നടക്കുന്നുണ്ട്, സൈനിക വിന്യാസം നടക്കുന്നുണ്ട്. നേരത്തെ ഈ പാക് അധിനിവേശ കാശ്മീരിൻ്റെ പരിധിയിലുള്ളവരോട്, അതിർത്തിയുടെ മേഖലയിലുള്ളവരോട് 2 മാസത്തേക്കുള്ള ഭക്ഷണം ശേഖരിച്ച് വെക്കാനൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരി പറയുന്നൊരു സാഹചര്യം പോലും ഉണ്ടായി. അത്തരത്തിൽ സൈനിക നീക്കം ഒരു ഭയപ്പാടോടെ കാണുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ സൈനിക നീക്കം ഉണ്ടായാൽ തങ്ങൾ തിരിച്ചടിക്കുമെന്ന് തുടർച്ചയായി പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഭീഷണിയുടെ അല്ലെങ്കിൽ ഒരു വായാടിത്തത്തിൻ്റെ സ്വഭാവം മാത്രമാണ് നിരീക്ഷകരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അത്രയും ശക്തമായ തിരിച്ചടി നടത്താനുള്ളൊരു സാധ്യത പാകിസ്ഥാനില്ല. മാത്രമല്ല, അത്തരത്തിലൊരു നീക്കം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ തന്നെ ലോകരാഷ്ട്രങ്ങൾ വലിയ തോതിൽ പാകിസ്ഥാനെതിരെ തിരിയുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഖ്വാജയുടെയും അതുപോലെ തന്നെ റഷ്യയിലെ പാകിസ്ഥാൻ അംബാസഡറുടെയും ഇത്തരത്തിലുള്ള ഭീഷണികളെല്ലാം തന്നെ വരുന്നത്. ഖ്വാജ പറയുന്നത് ഈ സിന്ധു നദീജലം വഴിതിരിച്ചു വിടാനും അതുപോലെ തന്നെ അത് പാകിസ്ഥാനിലെത്താതിരിക്കാനും, നദീജലം പാകിസ്ഥാനിലെത്താതിരിക്കാനും, നമുക്ക് നേരത്തെ അറിയുന്നത് പോലെ തന്നെ 80% സിന്ധു നദിയിലെയും ട്രിബ്യൂട്ടറികളിലെയും വെള്ളം പൂർണ്ണമായും ഉപയോഗിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാർഷിക നിലനിൽപ്പിൻ്റെ അനിവാര്യത കൂടിയാണ്. അത് തടഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികാരങ്ങൾ ചെയ്യുമെന്ന് ഭീഷണി നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൃത്യമായി പറയുന്നത് അത് വഴിതിരിച്ചു വിടാനുള്ള ഡാമുകളോ അല്ലെങ്കിൽ സ്വരൂപിക്കുന്നതിനുള്ള ഡാമുകളോ തയ്യാറായാൽ, സംഭരണികൾ തയ്യാറാക്കുകയോ ചെയ്താൽ അവയെല്ലാം തകർക്കുമെന്ന ഭീഷണിയാണ് ഖ്വാജ നടത്തുന്നതെങ്കിൽ ആണവായുധം ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തുമെന്ന നിലപാടാണ് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസഡർ നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു യാഥാർത്ഥ്യമാകാൻ ഒട്ടും സാധ്യതയില്ലാത്ത കുറേ ഭീഷണികൾ ഇങ്ങനെ തുടർച്ചയായി പറയുക എന്നതിനപ്പുറം അത് സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, പാകിസ്ഥാനിലെ ജനതയെ കൂടെ നിർത്തുന്നതിനും അവരെ കുറെ കൂടി കൂടെ നിൽക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അവിടെ ആഭ്യന്തര കലാപങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ, രാഷ്ട്രീയമൊക്കെ കലുഷിതമാണ് എന്ന് നമുക്കറിയാം. തീർച്ചയായും ഈ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ബലൂജ് ലിബറേഷൻ ആർമി അതുപോലുള്ള നിരവധിയായ സംവിധാനങ്ങൾ, ആ പ്രദേശം തന്നെ നമുക്ക് നേരത്തെ പല രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിക്കുന്നത് പോലെ പാകിസ്ഥാൻ ഒരു രാജ്യമല്ല 5 രാജ്യമാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ വിവിധങ്ങളായ രാജ്യങ്ങളായി പ്രവർത്തിക്കുന്ന രീതിയിൽ ആശയം കൊണ്ട് നിലനിൽക്കുന്നൊരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അതുതന്നെയാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും. ഈ ഭീകരതയൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ട ഗതികേടിൽ രാജ്യം എത്തുന്നതിൻ്റെ അടിസ്ഥാന കാരണവും ആശയപരമായി യോജിപ്പില്ലാത്ത അല്ലെങ്കിൽ ഒരു തത്വശാസ്ത്രപരമായി യോജിപ്പില്ലാത്ത ഒരു രാഷ്ട്ര സങ്കല്പമല്ല പാകിസ്ഥാൻ്റേത് എന്നതുകൊണ്ട് തന്നെയാണ് പല തരത്തിലുള്ള പല മേഖലയിലുള്ളവർ അതൊരു മുസ്ലിം സ്വഭാവമുള്ള രാഷ്ട്രമായി, ഇസ്ലാമിക രാഷ്ട്രമായി നിലനിർത്തുമ്പോൾ പല മേഖലയിലുള്ളവർ ഇസ്ലാമിനെ തന്നെ അന്തർധാരകൾ, വിവിധങ്ങളായിട്ടുള്ള ചിന്താധാരകളുള്ള വിഭാഗങ്ങൾ എല്ലാവരും തമ്മിൽ ശക്തമായ എതിർപ്പുകൾ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും പാകിസ്ഥാൻ എന്നും നേരിടുന്നൊരു പ്രശ്നമാണത്. അതുതന്നെയാണ് ഈ കാലങ്ങളായുള്ള, അതായത് 70കളിലും 80കളിലും ഒക്കെ തന്നെ നടന്ന, ചെറിയ തോതിലെങ്കിലും ആരംഭിച്ച് 80കളിലൊക്കെ കഠിനമായി മാറിയ ഭീകരതയുടെയൊക്കെ അടിസ്ഥാന കാരണം ഇതുതന്നെയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. എങ്കിലും ഈ ഭീഷണി ഇങ്ങനെ തുടർച്ചയായി നടത്തുക എന്നത് ഒരു ജനകീയ പിന്തുണ നേടാനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായി മാത്രമേ കാണേണ്ടതുള്ളൂ എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരും അതുപോലെ തന്നെ സൈനിക നിരീക്ഷകരെല്ലാം തന്നെ, പ്രത്യേകിച്ച് സൈനിക നിരീക്ഷകരും റിട്ടയർ ചെയ്ത ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പറയുന്നത്. ഇത്തരത്തിലൊരു ആക്രമണം നടത്താനുള്ളൊരു വിന്യാസം നടത്തുന്നതിനോ അതിനുള്ള സാങ്കേതിക സംവിധാനം ഒരുക്കുന്നതിനോ ഒന്നും, അല്ലെങ്കിൽ അതിനുള്ള സാങ്കേതികമായ കൃത്യത ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങളൊന്നും തന്നെയില്ല. ഒരുപക്ഷെ അവർ പ്രയോഗിക്കുന്ന ആണവ ബോംബുകളും ആണവ മിസൈലുകളും എല്ലാം തന്നെ അവരുടെ പരിധിയിൽ തന്നെ വീണ് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത പോലുമുള്ള പ്രദേശങ്ങളുണ്ട്. അത്രയും കൃത്യമാർന്ന ഒരു നീക്കം നടത്താനുള്ളൊരു സൈനിക സന്നദ്ധത ഭീഷണി തുടരുകയാണ് പാകിസ്ഥാൻ. പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞത് സിന്ധു നദീജലം വഴിതിരിച്ചു വിട്ടാൽ ഭാരതം സൈനിക ആക്രമണം നേരിടേണ്ടി വരും എന്നാണ്. ആ പ്രതികരണം നമുക്ക് കേൾക്കാം. Well, when it comes to India and Pakistan, we do not get involved into this debate of numerical strength. We in Pakistan will use the full spectrum of power, both conventional and nuclear. And I'll stop there. ഇത് പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണമായിരുന്നില്ല. അത് നമ്മൾ തുടക്കത്തിൽ കണ്ടതാണ്. ഇന്ന് പുത്തൻപുലയുടെ തുടക്കത്തിൽ അത് കണ്ടതാണ്. ഇതിപ്പോൾ റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡർ മുഹമ്മദ് ഖാലിദ് ജമാലി പറഞ്ഞ വാക്കുകളാണ്. അതായത് ഭാരതത്തിനെതിരെ ആണവായുധങ്ങൾ ഉൾപ്പെടെ പ്രയോഗിക്കുമെന്നായിരുന്നു ആ വിടുവായത്തം. അതായിരുന്നു നമ്മളിപ്പോൾ കേട്ടത്. കഴിഞ്ഞ ദിവസം വളരെ ചർച്ചയായൊരു ക്യാമ്പയിന് തുടക്കമിട്ടിരുന്നു
ജനം TV. കേരളത്തിൽ പാകിസ്ഥാൻ വേണ്ട എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ അടക്കം ചൊടിപ്പിച്ച ഒരു ക്യാമ്പയിനായിരുന്നു അത് കേരളം ഏറ്റെടുത്തു കഴിഞ്ഞു. കേരളത്തിൽ പാകിസ്ഥാൻ വേണ്ട. കേരളത്തിലെ പാകിസ്ഥാൻ ജിന്ന അനുകൂലികൾക്ക് കാരണം രാഷ്ട്രീയ മനോഭാവത്തിന്റെ പ്രശ്നമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. ദേശവിരുദ്ധരെ പാലൂട്ടി വളർത്തുന്ന സമീപനമാണ് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ സ്വീകരിച്ചതെന്നും സുരേന്ദ്രൻ വിമർശിച്ചു. പാകിസ്ഥാന്റെയും മുഹമ്മദ് അലി ജിന്നയുടെയും അടയാളങ്ങൾ ജനങ്ങൾ തൂത്തെറിയുമെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു. പാകിസ്ഥാന്റെയും മുഹമ്മദ് അലി ജിന്നയുടെയും പേരിൽ കേരളത്തിലെ തെരുവോരങ്ങളും സ്ഥലങ്ങളും തുടരുന്നതിനെതിരെയാണ് K. സുരേന്ദ്രന്റെ വിമർശനം. കേരളത്തിലെ പാകിസ്ഥാൻ ജിന്ന അനുകൂലികൾക്ക് കാരണം മാറി മാറി വന്ന ഇടതു വലത് മുന്നണികളാണെന്ന് സുരേന്ദ്രൻ വിമർശിക്കുന്നു. ദേശവിരുദ്ധരെ പാലൂട്ടി വളർത്തുന്ന സമീപനമാണ് ഇരു മുന്നണികളും സ്വീകരിച്ചതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ പാകിസ്ഥാനോടും ഇന്ത്യ വിഭജനക്കാരനായിട്ടുള്ള മുഹമ്മദ് അലി ജിന്നയോടും അതിന്റെ പിൻഗാമികളോടുമെല്ലാം എടുക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനത്തിന്റെ ഭാഗമാണ്. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരായിട്ട് ചിന്തിക്കുന്നവരെ, ഇന്ത്യ വിരുദ്ധരെ, ദേശവിരുദ്ധരെ, വിധ്വംസക ശക്തികളെ പാലൂട്ടി വളർത്തുന്ന ഒരു രാഷ്ട്രീയ മനോഭാവമാണ് കാലാകാലങ്ങളിൽ കേരളത്തിൽ LDFും UDFും തുടരുന്നത്. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് പാകിസ്ഥാന്റെ പേരിൽ ഇവിടെ ടൗണുകൾ, റോഡുകൾ, ജിന്നയുടെ പേരിലുള്ള സ്മാരകങ്ങൾ. ഇതെല്ലാം മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത ഒരു പ്രതിഭാസമാണ്. ഇന്ത്യ വിരുദ്ധരെയും വിധ്വംസ ശക്തികളെയും പാലൂട്ടി വളർത്തുന്ന സമീപനമാണ് ഇരുമുന്നണികളും സ്വീകരിച്ചത്. സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജില്ലകളിലും പാകിസ്ഥാന്റെ പേരിൽ സ്ഥലങ്ങളും ജിന്നയുടെ പേരിൽ സ്ട്രീറ്റുകളുമുണ്ട്. ഗൂഗിൾ മാപ്പിലും ആധാരങ്ങളിലും ഇത് പ്രയോഗിക്കാറുമുണ്ട്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് പോലും 3 പാകിസ്ഥാന്റെ പേരിൽ സ്ഥലപ്പേരുള്ളത്. വിഭജനത്തിന്റെ വേദനകൾ ഒട്ടേറെ അനുഭവിച്ചവരാണ് ഭാരതീയർ. മതത്തിന്റെ പേരിൽ രാജ്യത്തെ വീണ്ടും പലതായി വെട്ടിമുറിക്കാൻ കാത്തുനിൽക്കുന്ന കഴുകന്മാർക്ക് ആയുധമായി മാറരുത് പാകിസ്ഥാന്റെ പേരിലുള്ള അടയാളങ്ങളെന്നാണ് പൊതുജനങ്ങൾക്കും പറയാനുള്ളത്. പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം. പുത്തൻപുലരി പൂർത്തിയാകുന്നു. 2 മണിക്കൂർ സമയം വ്യത്യസ്തമായ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആയി. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനത്തിൻ്റെ തുടർച്ചയുണ്ടാകട്ടെ എന്ന് ആശിക്കുന്നു. പുത്തൻപുലരി പൂർണ്ണമാകുന്നു. നമസ്തേ.